ഫ്രാങ്കിങ് ലെക്ചേഴ്സ്. അപ്പൊ നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ള എന്താണ്, ടാർഗറ്റ് ഗേറ്റ് 2026 എന്ന സെക്ഷൻ ആയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. എന്തിനാണ് ഈ ടാർഗറ്റ് ഗേറ്റ് 2026 ഫ്രാങ്കിങ് ലെക്ചേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്? അപ്പൊ ഞങ്ങളുടെ 2026 ആസ്പിരൻസിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു റിഫ്രഷ്മെന്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു സെക്ഷന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാംസ് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചിലർക്ക് ടെൻഷൻ ആയിരിക്കും, ചിലർക്ക് ടെൻഷൻ കൊണ്ട് പഠിച്ചതെല്ലാം മറന്നു പോയിട്ടുണ്ടാവും, എങ്ങനെ ആൻസർ ചെയ്യണം, എങ്ങനെ പഠിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ആ ഒരു ടെൻഷൻ റെഡ്യൂസ് ചെയ്യാനും 2026 അയ്യോ ഞങ്ങൾക്ക് ഗേറ്റ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ അവർക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് എന്ത് ചെയ്യും, ഗേറ്റ് ഒന്ന് എഴുതി നോക്കാം എന്നും തോന്നിക്കാൻ വേണ്ടിയൊക്കെ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഗേറ്റിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ 2026 ഗേറ്റിന്റെ പ്രിപ്പയർ ചെയ്യുന്ന കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന്റെ സ്റ്റുഡൻസിന് എങ്ങനെ എക്സാം എഴുതണം, മീൻസ് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നീ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനും ഗേറ്റ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയാണ് നമ്മുടെ ഫ്രാങ്കിങ് ലെക്ചേഴ്സ് ഈ ഒരു സെക്ഷൻ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം, നമ്മുടെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ എന്താ പറയുക, നമ്മുടെ ഗേറ്റിന്റെ എക്സാംസിൽ പൊതുവെ എന്തുണ്ട്, പലരും ചറപറ കംപ്ലീറ്റ് കാര്യങ്ങൾ വെച്ച് പഠിക്കും. അങ്ങനെയൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ അവിടെ? അപ്പൊ നമ്മുടെ ഗേറ്റ് എക്സാമിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പൊതുവെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ സെക്ഷന്റെയും വെയിറ്റേജ് മാർക്ക് നോക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട്, അതൊരു 15 മാർക്സിനാണ്. പിന്നെ നമ്മുടെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് വരുന്നുണ്ട്, അതൊരു 30 മാർക്സിനാണ്. പിന്നെ നമ്മുടെ മെയിൻ കോർ സബ്ജക്ട്സിന് 72 മാർക്സിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ കോർ സബ്ജക്ട്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മുടെ പല സബ്ജക്റ്റിനും പല വെയിറ്റേജ് മാർക്ക് ആയിരിക്കും കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ വെയിറ്റേജ് മാർക്ക് അല്ലെങ്കിൽ ആ ഒരു മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്ത് അപ്പ് ആൻഡ് ലോ കൊടുത്തതിന് ശേഷം ആ വെയിറ്റേജ് കൂടുതലുള്ള സെക്ഷന് നിങ്ങൾ എന്ത് ചെയ്യുക, ഹൈ പ്രയോറിറ്റി കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ലാസ്റ്റ് എക്സാമിന് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഈ സമയത്ത് കൂടുതലും റെഫർ ചെയ്യുക. ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാടാ, നിങ്ങളുടെ വെയിറ്റേജ് മാർക്ക് കൂടുതലുള്ള ആ ഒരു സെക്ഷനെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ ഒരു സെക്ഷൻ കൂടുതൽ നോക്കാനായിട്ട് ട്രൈ ചെയ്യുക. എന്നുവെച്ചാൽ മറ്റേ സെക്ഷൻ നോക്കണ്ട എന്നല്ല, വെയിറ്റേജ് കൂടുതലുള്ള നിങ്ങൾ എന്ത് ചെയ്യുക, പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു കമ്പൈലർ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന്റെ സെക്ഷൻ 7 ആണ്. ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അറൌണ്ട് ഒരു 4 to 5 മാർക്സിനാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിക്കുക, വെയിറ്റേജ് നോക്കുക, ദെൻ പഠിക്കാൻ ട്രൈ ചെയ്യുക. അതിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചുമ്മാ സിലബസിലുള്ള കാര്യങ്ങൾ വാരി വലിച്ച് പഠിക്കാതെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പഠിച്ച കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പൊ നിങ്ങൾ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു സെക്ഷൻ നിങ്ങൾ പഠിച്ചു നിൽക്കുക. അപ്പൊ നിങ്ങൾക്ക് കമ്പൈലർ ഡിസൈൻ്റെ ഒരു സെക്ഷനാണ് നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുക. അപ്പൊ ആ പഠിച്ച സെക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ നോക്കുക. അതല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയറിലെ സെക്ഷൻ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതിനെ ആൻസർ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ ടൈം സ്പീഡ് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതേപോലെ എന്ത് ചെക്ക് ചെയ്യണടാ, നമ്മൾ അതില് നമ്മുടെ ചിലപ്പം ABC ഓപ്ഷൻ ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഇതില് ഓപ്ഷനേക്കാൾ എന്താ പറയുക, കറക്റ്റ് ആൻസറിനേക്കാളും നിങ്ങൾ റോങ് ആൻസർ പോയി മാർക്ക് ചെയ്യാനുള്ള സെക്ഷൻ കൂടുതലാണ്. അപ്പൊ നിങ്ങൾ റോങ് ആൻസർ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ആ റോങ്ങിലേക്ക് നിങ്ങൾ പോയതെന്നും കൂടി നിങ്ങൾ നോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഏതൊക്കെ രീതിയിൽ തെറ്റിപ്പോവാന്നും കൂടി ഉള്ളത് നോട്ട് ചെയ്യുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ അങ്ങനെ കൂടി പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റോങ് ആൻസർ കുറയും. അതായത് നിങ്ങൾക്ക് ഈ ഗേറ്റിൽ നമുക്ക് നെഗറ്റീവ് മാർക്സും ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ ആലോചിക്കാം, നമുക്ക് എന്താ പറയാ, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു ലെവലിൽ നിങ്ങൾ ആ ഒരു സെക്ഷൻ ലാസ്റ്റ് മിനിറ്റ് ആണ്, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഇപ്പം നിങ്ങൾ കൂടുതലും നോക്കുക. അപ്പൊ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അതും കൂടി ഒന്ന് ആലോചിച്ച് നിങ്ങൾ എത്രത്തോളം കാലിബർ ആയെന്നും കൂടി നിങ്ങൾ ആ സമയത്ത് ഒന്ന് നോക്കുക. ടെൻഷൻ ഒന്നും അടിക്കാതെ ഫ്രീ ആയിട്ട് എക്സാമിന് പോകാൻ നോക്കുക കേട്ടോ. ടെൻഷൻ അടിക്കുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും നമ്മളോട് മറന്നൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ റിലാക്സ് ചെയ്തിട്ടുണ്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഈ ഒരു സെക്ഷൻ നോക്കാം. നമുക്ക് ഗേറ്റിന്റെ പാറ്റേൺ എങ്ങനെയാന്ന് നോക്കാം. നമുക്ക് അവിടെ എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, അതുപോലെ ന്യൂമറിക്കൽ ടൈപ്സും വരുന്നുണ്ട് അല്ലേ. അപ്പൊ അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്തുണ്ടാ, നെഗറ്റീവ് മാർക്ക് വരുന്നുണ്ട്. അപ്പം ഈ നെഗറ്റീവ് മാർക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണടാ, അപ്പൊ നെഗറ്റീവ് മാർക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നോർമലി നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും. നെഗറ്റീവ് മാർക്സ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ആൻസർ ചെയ്ത് തെറ്റിപ്പോവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് നിങ്ങൾ ആലോചിക്കുക. വെറുതെ റോങ് ആൻസറിനെ കൊണ്ടുപോയി മാർക്ക് ചെയ്ത് നിങ്ങളെല്ലാ മാർക്കും കൂടി കളയാതെ നോക്കുക. പണ്ടൊക്കെ നമ്മൾ ചെയ്യുന്നു AB ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കറക്കി കുത്തും 1 2 3 4 എണ്ണിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആൻസർ അതാന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അപ്പൊ നമുക്ക് അതൊന്നും ചെയ്യാതിരിക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾ ചെയ്യില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു കാര്യം ഓർക്കുക. പിന്നെ 1 or 2 മാർക്സ് ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും അതുപോലെ ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസും എന്ത് വരുന്നില്ല, നെഗറ്റീവ് മാർക്സ് വരുന്നില്ല. ഓക്കെ. അപ്പൊ നമ്മുടെ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ എല്ലാം ശരിയാവാം, ചിലപ്പോൾ ഒന്ന് മാത്രമായിരിക്കും ശരി. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് ആലോചിക്കുക. ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് മാത്രം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്ക് കിട്ടില്ല. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ ഈ റിഫ്രഷ്മെന്റ് സെക്ഷനിലേക്ക് ഒന്ന് ജസ്റ്റ് ഓടിച്ചു പോയാലോ. ഓക്കെ. അപ്പൊ നമ്മുടെ കമ്പൈലർ ഡിസൈൻ ആയ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന്റെ സെക്ഷൻ 7 കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ഓക്കെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താടാ, ടൈപ്പ് ചെക്കിംഗ് ഈസ് നോർമലി ഡൺ ഡ്യൂറിങ്. ടൈപ്പ് ചെക്കിംഗ് എവിടെയാടാ നടക്കുന്നത്? നിങ്ങൾ ആലോചിക്കുക. നമ്മുടെ ആ ഒരു ഫേസ്, കമ്പൈലറിന്റെ ആ ഒരു ഫേസ് ചിന്തിക്കുക. അപ്പൊ കമ്പൈലറിന്റെ ആ ഒരു ഫേസിന്റെ അകത്താണ് നമുക്ക് ഇത് കുറച്ചും കൂടി മനസ്സിലാവുക. അപ്പൊ നമ്മുടെ കമ്പൈലർ അതിന്റെ ഒരു ഫേസ് നമ്മൾ ആലോചിക്കുക. അവിടെ എന്തൊക്കെ വരുന്നത്, നമുക്ക് സോഴ്സ് പ്രോഗ്രാം വരുന്നുണ്ട്, നമുക്ക് സോഴ്സ് പ്രോഗ്രാം വരുന്നുണ്ട്. അഗെയിൻ നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താടാ, ലെക്സിക്കൽ അനാലിസിസ് ആണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അനാലിസിസ് ആണ് നമ്മൾ ഫസ്റ്റ്. അഗെയിൻ നമുക്ക് എങ്ങോട്ടാ പോകുന്നത്, നമ്മൾ സിന്റാക്സ് അനാലിസിസിലേക്കാണ് പോകുന്നത്. ഓക്കെ. അഗെയിൻ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, സെമാന്റിക് അനാലിസിസ്. ഓക്കെ, ക്ലിയർ? ദെൻ അഗെയിൻ ആണ് നമ്മുടെ എങ്ങോട്ടേക്ക് പോകുന്നത്, ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. അപ്പം നമ്മുടെ ഈ ഒരു സെക്ഷൻ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്താണ് എന്ത് വരുന്നത്, നമ്മുടെ കോഡ് ഒപ്റ്റിമൈസേഷനും ടാർഗറ്റ് കോഡ് മെഷീനിലേക്കൊക്കെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കാണ്, അതായത് ഇന്റർമീഡിയറ്റ് കോഡിന് ശേഷം. ഇതാണ് നമ്മുടെ എന്ത് കമ്പൈലറിന്റെ ഫേസസ് ആയിട്ടുള്ള ഫ്രണ്ട് എൻഡ് പോർഷൻ ആണ് നമ്മുടെ ഈ ഒരു സെക്ഷൻ വരുന്നത്. അപ്പൊ ഇതില് ഈ ഒരു സെക്ഷനുള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെക്കിംഗ് വരുന്നത്. ഓക്കെ. അപ്പൊ ടൈപ്പ് ചെക്കിംഗ് എവിടെയാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നിൽക്കും അറിയണം. അപ്പൊ എന്നാലേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് സോഴ്സ് പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എന്താടാ ചെയ്യുന്നത്, ആ സോഴ്സ് പ്രോഗ്രാമിനെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ ഈ സോഴ്സ് പ്രോഗ്രാമിനെ ഈ ലെക്സിക്കൽ അനാലിസിസിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മുടെ ക്യാരക്ടറിനെ നമ്മൾ എന്ത് ചെയ്യും, ടോക്കണിലേക്ക് കൺവേർട്ട് ചെയ്യും. അതാണ് നമ്മുടെ ഈ ഒരു സ്റ്റെപ്പിൽ നടക്കുന്നത്. ഓക്കെ. അപ്പൊ അഗെയിൻ നമുക്ക് ലെക്സിക്കൽ അനാലിസിസിന് നമ്മൾ എന്ത് ചെയ്യും, അഗെയിൻ നമ്മൾ സിന്റാക്സ് അനാലിസിസിലേക്ക് പോകുന്ന സമയത്ത് അവിടെയാണ് നമ്മുടെ പാർസ് ട്രീ ബിൽഡ് ചെയ്യുന്നത്. ഈ പാർസ് ട്രീ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നതാ, നമ്മൾ സെമാന്റിക് അനാലിസിസിലേക്ക് പോകുന്നത്. സെമാന്റിക് അനാലിസിസിലാണ് നമ്മൾ ടൈപ്പ് ചെക്കിങ്ങും ബൈൻഡിങ് ഒക്കെ ചെയ്യുന്നത്. ഈ ടൈപ്പ് ചെക്കിങ്ങിൽ ആണ് നമ്മുടെ എന്ത് സിന്റാക്സ് ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ ടൈപ്പ് ചെക്കിംഗ് നടക്കുന്ന എവിടെയാണ്, നമ്മുടെ സിന്റാക്സ് ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ ആണ്. അതായത് നമ്മുടെ സെമാന്റിക് അനാലിസിസിന്റെ ഉള്ളിലുള്ള ഈ ഒരു പോർഷൻ ആണ് എന്താടാ നമ്മുടെ ഈ ഒരു സെക്ഷൻ നടക്കുന്നത്. ഓക്കെ. അപ്പം അത് റിലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഇവിടെ വരയ്ക്കാം. ടോക്കൺ ക്യാരക്ടറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടോക്കണിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? ഇതിൽ നമ്മൾ ഇവിടെ നമ്മൾ എങ്ങോട്ടേക്കാണ് പോവുക, പാർസറിലേക്കാണല്ലേ പോവുക. പാർസറിലേക്ക് പോകുമ്പോൾ അവിടെ എന്താ നടക്കടാ, നമ്മുടെ സിന്റാക്സ് ട്രീ ബിൽഡ് ചെയ്യും. അഗെയിൻ നമ്മൾ അടുത്തേക്ക് പോകുമ്പോൾ എങ്ങനെയാടാ വരിക, നമ്മൾ അടുത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, അവിടെയാണ് നമ്മുടെ ടൈപ്പ് ചെക്കിങ് വരുന്നത് കേട്ടോ. ടൈപ്പ് ചെക്കിങ് അഗെയിൻ നമ്മൾ എന്ത് ചെയ്യും, then ആണ് നമ്മുടെ ഇന്റർമീഡിയറ്റ് കോഡ് intermediate code generation. Intermediate code generation. Then നമ്മൾ എങ്ങോട്ട് പോവടാ, നമ്മുടെ എന്തിലേക്ക് പോവും, intermediate representation അല്ലേ.
നമ്മുടെ ഈ ഒരു ഫ്രണ്ട് എൻഡ് പോർഷനിലാണ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കമ്പൈലറിന്റെ ഫേസ് നിങ്ങൾ ആലോചിക്കുക, അതിൽ നമ്മുടെ ഫ്രണ്ട് എൻഡ് പോർഷനിലാണ് എന്ത് വരുന്നത്, നമ്മുടെ ഈ ഒരു ടൈപ്പ് ചെക്കിംഗ് വരെ നമ്മുടെ പാർട്ട് ട്രീ ബിൽഡ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ സെമാന്റിക് ആക്ഷൻസ് നമ്മൾ കൊടുക്കും. ആ സെമാന്റിക് ആക്ഷൻ എന്താണ്, നമ്മുടെ സിന്റാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് ഇടാ വരുന്നത്, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സിന്റാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ. അത് ഇത് അറൌണ്ട് ഒരു 1 മാർക്കിന്റെ ആൻസർ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കാൻ, നിങ്ങളുടെ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുന്നത് നമ്മൾ നമ്മുടെ സിലബസ് നോക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അപ്പൊ അതിന്റെ ഒരു സ്റ്റെപ്പ് നമ്മൾ ഇപ്പം ഈ ഒരു സെക്ഷൻ കമ്പൈലറിന്റെ ആ ഒരു ഫേസ് വെച്ച് നമ്മൾ ഓരോ സെക്ഷനിലും എന്തൊക്കെ നടക്കുന്നുണ്ട് ഉള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ എനിക്കിത് ക്ലിയർ ആവും. പിന്നെ നിങ്ങൾക്ക് എന്താ പറയാ, ആ കൺസെപ്റ്റ് നോർമലി മനസ്സിലാക്കാത്തതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ലെക്സിക്കൽ അനാലിസിസോ അതല്ലാന്നുണ്ടെങ്കിൽ കോഡ് ഒപ്റ്റിമൈസേഷനിലേക്കൊക്കെ മാറിപ്പോവാൻ ചാൻസ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ സിന്റാക്സ് അനാലിസിസും സെമാന്റിക് അനാലിസിസും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ, അതായത് ഇപ്പൊ ഞാൻ ഇവിടെ ഇത് എന്ത് ചെയ്യും, നമ്മൾ ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും ഒക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ റോങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആ ഒരു റീസൺ കൊണ്ടൊക്കെ എന്ത് വരിടാ, ഇപ്പം ഇവിടെ സെമാന്റിക് ആണ്, അപ്പം നിങ്ങൾ പഠിച്ചു വെച്ച സമയത്ത് നമ്മുടെ ലെക്സിക്കൽ അനാലിസിസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സെമാന്റിക് അനാലിസിസ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ ആൻസർ ഒക്കെ മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ കറക്റ്റ്ലി ഒരു സെക്ഷൻ പഠിക്കുകയാണെങ്കിൽ അത് തറോ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, അത് കൺസെപ്ഷ്യലി അത് മനസ്സിലാക്കി ക്ലിയർലി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്. സിമ്പിൾ ആണ്, നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കി എനിക്ക് കുറച്ചും കൂടി ഈസിയർ ആണ്. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ, മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലേ. ഈ മാച്ച് ദ ഫോളോയിങ് ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം ഉണ്ട്. അപ്പൊ നമ്മൾ ഈ മാച്ച് ദ ഫോളോയിങ്സ് ചെയ്യുന്ന സമയത്തും നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ ഇൻവോൾവ് ആണ് അല്ലേ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ലെക്സിക്കൽ അനാലിസിസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ലെക്സിക്കൽ അനാലിസിസ് നമ്മളെ സോഴ്സ് പ്രോഗ്രാമിൽ എന്തൊക്കെ ഉണ്ടാവും, നമ്മുടെ കുറെ എക്സ്പ്രഷൻസ് ഉണ്ടാവും, കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതെന്തൊക്കെയാണ്, നമ്മളിപ്പോ ക്യാരക്ടറിലായിട്ട് നമ്മൾ ടോക്കൺസിലേക്ക് മാറ്റും. അപ്പൊ അവിടെ വരുന്ന എന്താണെടാ, അപ്പൊ നമുക്ക് അവിടെ വരുന്നത് നമ്മുടെ ലെക്സിക്കൽ അനാലിസിസുമായിട്ട് ഇവിടെ കൂടുതൽ മാച്ചിങ് വരുന്നത് ഏതാണ്, കൂടുതൽ മാച്ചിങ് വരുന്നത് നമ്മുടെ റെഗുലർ എക്സ്പ്രഷൻ ആണ്. ഓക്കെ, പിന്നെ അഗൈൻ നമ്മൾ ടോപ്പ് ഡൗൺ പാർസിംഗ് നോക്കാം. ടോപ്പ് ഡൗൺ പാർസിംഗ് എന്താണ്, ടോപ്പ് ഡൗൺ പാർസിംഗ് നമ്മൾ നോർമലി എങ്ങനെയാണ് വരുന്നത്, നമ്മുടെ പാർട്ട് ട്രീ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് അല്ലേ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇത് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ നോർമലി അവിടെ ടോപ്പ് ഡൗണിൽ ചെയ്യുക ലെഫ്റ്റ് ടു റൈറ്റ് സെക്ഷനിലേക്കാണ്. അപ്പം നമ്മളെ ടോപ്പ് ഡൗൺ എന്താണടാ, ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണ് അല്ലേ. ഓക്കെ, ഇനി നമ്മുടെ സെമാന്റിക് അനാലിസിസ് നമ്മൾ നേരത്തെ പറഞ്ഞു, സെമാന്റിക് അനാലിസിസിനാണ് നമ്മൾ എന്ത് ടൈപ്പ് ചെക്കിംഗ് നടക്കുന്നത്. നമ്മുടെ പാർട്സ് ട്രീ ബിൽഡ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ പാർട്സ് ട്രീ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും സെക്ഷനിൽ. അപ്പൊ എഗെയിൻ നമ്മൾ അവിടെ എന്താണ് ചെയ്യുക, നമ്മുടെ ടൈപ്പ് ചെക്കിംഗ് അവിടെ നമ്മൾ ചെയ്യും. ഓക്കെ, ഇനി നമ്മുടെ റൺ ടൈം എൻവറോൺമെന്റ് ആണ്. ഈ റൺ ടൈം എൻവറോൺമെന്റ് എന്ന് പറയുമ്പോൾ, അപ്പൊ നിങ്ങൾ നേരത്തെ സെക്ഷനിൽ പഠിച്ച കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷൻ. ഈ രണ്ടെണ്ണം നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു. ഇത് ടോപ്പ് ഡൗൺ പാർസിംഗ് എന്ന് പറഞ്ഞാൽ പാർസിംഗിന്റെ എന്താ പറയുക ടോപ്പ് ഡൗൺ, അതായത് മുകളിൽ നിന്ന് താഴത്തോട്ടുള്ള സെക്ഷൻ ആണ്. അതായത് നമുക്ക് ഇങ്ങനെയാണ് ആ സെക്ഷൻ വരിക, മുകളിൽ നിന്ന് താഴത്തോട്ടാണ് വരിക. അപ്പൊ അതിൽ തന്നെ എന്ത് ചെയ്യുക, ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പാർസ് ട്രീ ബിൽഡ് ചെയ്യുക. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ മോസ്റ്റ് പ്രോബബ്ലി ലെഫ്റ്റ് ടോപ്പ് ഡൗൺ പാസിംഗ് എന്ന് പറയുന്നത് എന്താണ്, ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണ്. അതായത് നമ്മൾ പാർസ് ട്രീ ബിൽഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ടാണ് നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്ത് നമ്മളെ റൂട്ടിൽ നിന്ന് ഇപ്പം ഇതാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യും, ലെഫ്റ്റ് മോസ്റ്റ് ആണ് നമ്മൾ അത് ചെയ്ത് വരിക. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് റൺ ടൈം എൻവറോൺമെന്റ് എന്താണെന്ന് നോക്കാം. റൺ ടൈം എൻവറോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ഒരു പ്രോഗ്രാം പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ എന്തൊക്കെ ഉണ്ടാവും, സിസ്റ്റം കോൾ ഒക്കെ വരുന്നുണ്ട്. സിസ്റ്റം കോള് കാര്യങ്ങൾ റൺ ടൈം എൻവറോൺമെന്റ് സമയത്ത് സിസ്റ്റം കോൾ അല്ല സോറി, അതായത് ഓക്കെ റൺ ടൈം എൻവറോൺമെന്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഫങ്ഷൻസ് കോൾസ് വരുന്നുണ്ട്. അപ്പൊ ഈ ഫങ്ഷൻസ് കോൾസ് വരുന്ന സമയത്ത് നമ്മൾ ആക്ടിവേഷൻ കോഡ് റെക്കോർഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന് ആ ഒരു സെക്ഷൻ ഒന്ന് നിയന്ത്രിക്കുന്നുണ്ട്. അതായത് എങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഇപ്പം എനിക്കിവിടെ ഇവിടെ മെയിൻ എന്നൊരു ഫങ്ഷൻ കോൾ ഉണ്ട്. അതേപോലെ എനിക്ക് ആഡ് എന്നൊരു ഫങ്ഷൻ കോളും ഉണ്ടെന്ന് വിചാരിക്കാം.
ഇങ്ങനെ എനിക്ക് 2 ഫങ്ഷൻസ് കോൾ ആണുള്ളത്. അപ്പൊ എൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് എനിക്ക് ഈ 2 സാധനം, അതായത് എനിക്ക് ഈ 2 സാധനങ്ങളും അവിടെ വർക്കിംഗ് ആവണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ ആക്ടിവേഷൻ റെക്കോർഡ് യൂസ് ചെയ്തിട്ട് അവിടെ 2 ഫങ്ഷൻ കോൾ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് നമ്മുടെ സ്റ്റാക്കിലേക്ക് ഇതിനെ എന്ത് ചെയ്യും, ഇതിന്റെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് ഇതിനെ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്ത് മാറ്റും. ദെൻ അഗെയിൻ നമ്മൾ ഇതിലേക്ക് പോയി ഇതിന്റെ ആ ഒരു വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ പോപ്പ് ചെയ്തു. അത് കൺട്രോൾ ചെയ്യുന്ന ആരാണ്, നമ്മുടെ ആക്ടിവേഷൻ റെക്കോർഡാണ്. അപ്പൊ നമ്മുടെ റൺ ടൈം എൻവറോൺമെന്റ് ആയിട്ട് കൂടുതൽ മാച്ചിങ് വരുന്നത് ആർക്കാടാ, നമ്മുടെ ആക്ടിവേഷൻ റെക്കോർഡിനാണ്. ഓക്കെ, ഇപ്പം ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരാം, മിസ് അത് എങ്ങനെയാ അങ്ങനെ വന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ S6 നിങ്ങൾ പഠിക്കുന്നുണ്ട്, നമ്മുടെ ഈ ഒരു സ്കില്ല് നമ്മൾ S6 നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ മൊഡ്യൂൾ 4 നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം ആ ഒരു സെക്ഷൻ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആ ഒരു സെക്ഷൻ പഠിച്ചൊരു ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി ക്ലിയർ ആവും. അതായത് നമ്മുടെ ഒന്നുമില്ല, റൺ ടൈം എൻവറോൺമെന്റ് നമ്മൾ എന്ത് ചെയ്യും, ഒരേപോലുള്ള 2 ഫംഗ്ഷൻ കോൾ ആണ് ഇവിടെ ഉള്ളത്. അതായത് നമുക്ക് അവിടെ ആ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് മെയിൻ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുന്നുണ്ട്, അതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ഫംഗ്ഷനും കോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യും, ഈ ആക്ടിവേഷൻ റെക്കോർഡ് യൂസ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റാക്കിലേക്ക് ഇട്ട് അതിന്റെ പ്രോസസ്സ് എൻഡ് ആയി കഴിഞ്ഞാൽ ആക്ടിവേഷൻ റെക്കോർഡ് യൂസ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യും, നമ്മൾ പോപ്പ് ചെയ്ത് അങ്ങോട്ട് മാറ്റും. ദെൻ എഗെയിൻ നമ്മൾ അടുത്തതിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യും, വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പോപ്പ് ചെയ്ത് അങ്ങോട്ട് മാറ്റും. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇതാണ് ഈ ഒരു സെക്ഷൻ. അപ്പൊ നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് എങ്ങനെയാ വരുന്നത് നോക്കാം. നമ്മൾ ഇവിടെ ചെയ്തത് റെഡി ആണല്ലോ, നമുക്ക് ഓപ്ഷൻ നോക്കി മനസ്സിലാക്കാം. അപ്പൊ പിന്നെ നാം മാപ്പ് ചെയ്തിട്ട് എങ്ങോട്ടാണ്, റെഗുലർ എക്സ്പ്രഷൻസ് ആണ് അല്ലെ. പിന്നെ അത് മാപ്പ് ചെയ്യുന്ന സമയത്ത് അതെന്താണ്, P എന്ന് പറഞ്ഞിട്ട് 3ലേക്കാണ് അല്ലെ പോകുന്നത്. P3 എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻസ് ഏതാണെടാ, B ആണല്ലേ വരുന്നത്. അപ്പം B നോക്കുക. അഗെയിൻ Q എന്ന് നമുക്ക് എങ്ങോട്ടാടാ പോകുന്നത്, Q എന്ന് നമുക്ക് 1ലേക്കാണ് പോകുന്നത്. അഗെയിൻ Q എന്ന് 1ലേക്കാണ്. ഓക്കെ, ഇനി അഗെയിൻ നമ്മള് R നമുക്ക് എങ്ങോട്ടാണ് വരുന്നത്, 2ലേക്കാണല്ലേ പോകുന്നത്. R 2ലേക്കാണ്. ഓക്കെ, ഇനി S നമുക്ക് എങ്ങോട്ടാടാ പോകുന്നത്, 4ലേക്കാണ്. നമുക്ക് എന്താണ്, ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണെടാ, നമ്മുടെ ഓപ്ഷൻ B ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ഇങ്ങനത്തെ മാച്ച് ദ ഫോളോയിങ് ആണെങ്കിലും ഇത് കുറച്ച് എന്താ പറയുക, നിങ്ങൾക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഒരു 1 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ആൻസർ പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ കൺസെപ്റ്റ് നോക്കുക, നിങ്ങൾ നോക്കിയത് നിങ്ങളുടെ കൺസെപ്ഷ്യലി അല്ലെങ്കിൽ നിങ്ങൾ തിയററ്റിക്കലി പഠിച്ച ഒരു മെത്തേഡിൽ കറക്റ്റ് ആണോ എന്ന് ആലോചിച്ചിട്ട് ഈ ഒരു ഇത് ബിൽഡ് ചെയ്യാൻ നോക്കുക. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സെക്ഷനും നിങ്ങൾക്ക് മുന്നത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പൊ ഇതും വരുമ്പം ഒരു ഡൗട്ട് വരും. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, പഠിച്ചോനെ ഇത് അങ്ങോട്ട് മാറിയോ ഇത് ഇങ്ങോട്ട് മാറിയോ. അപ്പൊ നിങ്ങൾ ആലോചിക്കാൻ നിങ്ങളുടെ കൺസെപ്റ്റ് എങ്ങനെയാ വരുന്നത്. അപ്പൊ നിങ്ങൾ ടോപ്പിക് വൈസ് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പം സിമ്പിൾ ആണ്, കൺസെപ്ഷ്യലി നിങ്ങൾ നോക്കുക, ദെൻ പഠിക്കുക. ഓക്കെ, ക്ലിയർ? അപ്പം അഗൈൻ നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് കൂടി നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ മാച്ച് ദ ഫോളോയിങ് നോക്കുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഈ മാച്ച് ദ ഫോളോയിങ്ങിൽ എന്തൊക്കെ വരുന്നുണ്ടാ, സിന്റാക്സ് ട്രീ വരുന്നുണ്ട്, ക്യാരക്ടർ സ്ട്രീം വരുന്നുണ്ട്, ഇന്റർമീഡിയറ്റ് റെപ്രസെന്റേഷൻ വരുന്നുണ്ട്, ടോക്കൺ സ്ട്രീമും വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് ഇപ്പം കൺഫ്യൂഷൻസ് വരാം. ഇപ്പൊ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു പറഞ്ഞു, നമ്മുടെ ലെക്സിക്കൽ അനാലിസിസിൽ നമ്മൾ എന്താ ചെയ്യുക, ലെക്സിക്കൽ അനാലിസിസിന്റെ സമയത്ത് നമ്മുടെ ലെക്സിക്കൽ അനലൈസറിന്റെ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുക, അതിന് നമുക്കിപ്പം ക്യാരക്ടർ സ്ട്രീമിനെ നമ്മൾ എന്ത് ചെയ്യടാ, ക്യാരക്ടർ സ്ട്രീമിനെ നമ്മൾ ടോക്കണിലേക്ക് കൺവേർട്ട് ചെയ്യാണ്, ടോക്കൺ സ്ട്രീം ആക്കിയിട്ട് മാറ്റുന്നത് നമ്മൾ എവിടെയാണ്, ലെക്സിക്കൽ അനാലിസിസിലേക്കാണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ലെക്സിക്കൽ അനാലിസിസ് നോക്കുമ്പോൾ നമുക്കിവിടെ ക്യാരക്ടർ സ്ട്രീമും വരുന്നുണ്ട്, ടോക്കൺ സ്ട്രീമും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ രണ്ടെണ്ണത്തിലേക്കും ഒരുപോലെ മാപ്പിംഗ് വരില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കാം. ദെൻ അഗെയിൻ നമുക്ക് ഈ ടോക്കൺ സ്ട്രീമിനെ നമ്മൾ എങ്ങോട്ടേക്കാണ് കൊടുക്കുന്നത്, ടോക്കൺ സ്ട്രീം വെച്ചിട്ടാണ് നമ്മുടെ സിന്റാക്സ് അനാലിസിസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കാം. അഗെയിൻ നമ്മുടെ എന്താ പറയാ, ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളോട് തെറ്റിപ്പോവാനുള്ള ചാൻസ് വരും. അപ്പൊ നിങ്ങൾ അത് ആലോചിക്കുക. അതായത് നമുക്ക് ഇവിടുന്ന് ക്യാരക്ടറിന് നമ്മൾ എന്ത് ചെയ്യും, ടോക്കണിലേക്ക് മാറ്റി കഴിഞ്ഞാല് ടോക്കണിന്
ക്യാരക്ടറിലേക്ക് മാറ്റുന്നതിന് ഇടയിലാണ് നമ്മുടെ എന്ത് ലെക്സിക്കൽ വരുന്നത്. അപ്പൊ ഇത് ടോക്കൺ ആണ്, ഇത് നമ്മുടെ ക്യാരക്ടർ ആണ്, ഇത് നമ്മുടെ ടോക്കൺ ആണ്. ഇതിന്റെ ഇടയിൽ വരുന്നത് ആരാണ്? ലെക്സിക്കൽ അനാലിസിസ് ആണ്. ഓക്കെ ക്ലിയർ? എഗെയിൻ നമ്മൾ നിൽക്കുന്നത് ടോക്കണിലാണ്. ടോക്കണിന് നമ്മൾ എങ്ങോട്ടേക്കാടാ പോവുക? സിന്റാക്സ് അനലൈസറിലേക്ക് പോകും. അവിടെ നിന്നാണ് നമ്മൾ എങ്ങോട്ട് പോവടാ? നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കുക, സെമാന്റിക് അനലൈസറിലേക്ക്. ഓക്കെ, അപ്പം ജസ്റ്റ് ഞാൻ അതൊരു ട്രീ ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ആ ഒരു മാപ്പിംഗ് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മുടെ ഇതാണ് 4 കളേഴ്സ് യൂസ് ചെയ്ത് പറയാം അല്ലെ. ഇതാണ് എന്റെ ക്യാരക്ടർ, ഇതെന്റെ ക്യാരക്ടർ സ്ട്രീം ആണ്. ഓക്കെ ക്ലിയർ? ഇതെന്റെ ക്യാരക്ടർ സ്ട്രീം ആണ്. ഇവിടുന്ന് ഞാൻ എങ്ങോട്ടാ പോവാ? ഞാൻ പറഞ്ഞു ലെക്സിക്കൽ അനാലിസിസ് നമുക്ക് സോഴ്സ് പ്രോഗ്രാമിൽ തന്നിട്ടുള്ള ക്യാരക്ടർ നമ്മൾ എങ്ങോട്ട് മാറ്റുക? നമ്മൾ ടോക്കണിലേക്ക് മാറ്റും. അപ്പൊ നമുക്കിവിടെ ലെക്സിക്കൽ അനലൈസർ ആണ് ഇവിടെ ഉള്ളത്. ഇതാണ് എന്റെ ലെക്സിക്കൽ അനലൈസർ. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ടടാ? ഇങ്ങോട്ട് മാപ്പ് ചെയ്ത ലെക്സിക്കൽ അനാലിസിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താ വരുന്നത്? സിന്റാക്സ് അനലൈസർ ആണ് വരിക. ഓക്കെ, അപ്പൊ അത് നമ്മളെ മാർക്ക് ചെയ്യുന്നുണ്ട്. സിന്റാക്സ് അനലൈസർ ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ ക്ലിയർ? നമുക്ക് ഇവിടെ വരുന്നത് സിന്റാക്സ് അനലൈസർ ആണ്. അപ്പൊ നമുക്ക് ഈ ലെക്സിക്കൽ അനാലിസിസിന് സിന്റാക്സിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഗ്യാപ്പിൽ നടക്കുന്ന കാര്യമാണ് എന്തടാ? നമ്മുടെ ടോക്കൺ സ്ട്രീം. ഓക്കെ ക്ലിയർ? നമ്മുടെ ക്യാരക്ടർ നമ്മൾ ലെക്സിക്കലിലേക്ക് എടുത്തു, ലെക്സിക്കലിന് നമ്മൾ അതിനെ ഇങ്ങോട്ട് മാറ്റുന്ന സമയത്താണ് അവിടെ എന്ത് ചെയ്യുന്നത്? ടോക്കൺ സ്ട്രീം എന്നത്. സ്ട്രീമിനെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു, അവിടെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് അവിടെ ടോക്കൺ. അപ്പൊ നമ്മൾ മാപ്പിംഗ് വരുമ്പോൾ എങ്ങനെ വരിക? നമുക്ക് ഇത് മാപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് ലെക്സിക്കൽ അനാലിസിസിലേക്ക് നമുക്ക് വരുമ്പോൾ അത് നമ്മുടെ അതായത് ലെക്സിക്കൽ അനലൈസറിലേക്ക് നമുക്ക് ക്യാരക്ടർ സ്ട്രീം ആണ് പോകുന്നത്. അഗെയിൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അവിടെ നിന്ന് ടോക്കനെ കിട്ടും. ടോക്കനെ നമ്മൾ എങ്ങോട്ടാ പോവുക? നമ്മുടെ സിന്റാക്സ് അനലൈസറിലേക്കാണ് പോവുക. ഇത്രയും സ്റ്റെപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി അഗെയിൻ നമ്മൾ നോക്കുക. നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ എങ്ങോട്ടാടാ പോവുക? സെമാന്റിക് അനലൈസറിലേക്കാണല്ലേ പോവുക. നമ്മൾ ഇവിടുന്ന് എങ്ങോട്ടാടാ പോവുക? സെമാന്റിക് അനലൈസറിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതെന്റെ എന്താണെടാ? സെമാന്റിക് അനലൈസർ ആണ് അല്ലേ. അപ്പൊ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ നോക്കുക, നമ്മുടെ സെമാന്റിക് അനലൈസറിന്റെ സമയത്ത് നമുക്ക് അവിടെ എന്താണ് നടക്കുന്നത്? സെമാന്റിക് അനലൈസറിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നമുക്ക് സിന്റാക്സ് ട്രീ വരുന്നുണ്ട്. അതായത് നമുക്ക് ടോക്കൺ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്തെങ്കിലും പാർസ് ട്രീ ബിൽഡ് ചെയ്യും. നമ്മൾ ആ ഒരു ട്രീയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക? സെമാന്റിക്സ് ആക്ഷൻസ് അല്ലെങ്കിൽ സെമാന്റിക് ആക്ഷൻസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവിടെ ടൈപ്പ് ചെക്കിങ്ങും ബൈൻഡിങ്ങും ഒക്കെ നടക്കുന്നത് ആ ഒരു സെക്ഷനിലാണ്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ എന്ത് ട്രീ ബിൽഡ് ചെയ്തതിനു ശേഷം ആ ബിൽഡ് ചെയ്ത ട്രീയിലേക്കാണ് നമ്മൾ സെമാന്റിക് അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ആൻസർ കിട്ടിയല്ലോടാ. നമുക്ക് അവിടുന്ന് അതായത് നമ്മുടെ സിന്റാക്സ് ട്രീ എങ്ങോട്ടേക്കാ കണക്ഷൻ വരുന്നേടാ? നമ്മുടെ സെമാന്റിക് അനലൈസറിലേക്കാണ്. പിന്നെ അഗെയിൻ നമുക്ക് അവിടെ വരുന്നത് എന്താടാ? നമ്മുടെ ഇന്റർമീഡിയറ്റ് റെപ്രസെന്റേഷൻ ആണ്. ഇന്റർമീഡിയറ്റ് റെപ്രസെന്റേഷൻ വരുന്ന ഏടാ? അത് നമ്മുടെ ബാക്ക് എൻഡ് സെക്ഷനിൽ നടക്കുന്ന വർക്കിംഗ് ആണ് അല്ലെ. അതായത് നമ്മുടെ സെമാന്റിക് ഇത് കഴിഞ്ഞ് ദെൻ നടക്കുന്ന ആക്ഷൻ ആണ് എന്താടാ? നമ്മുടെ കോഡ് ജനറേഷൻ. നമ്മുടെ കോഡ് ജനറേഷൻ നടക്കുന്ന ഇവിടെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് നടക്കുക? ഇന്റർമീഡിയറ്റ് റെപ്രസെന്റേഷൻ ആണല്ലേ നടക്കുക.
ഇന്റർമീഡിയറ്റ് റെപ്രസെന്റേഷൻ ആണ് അവിടെ നടക്കുക. ഓക്കെ, ക്ലിയർ? അപ്പൊ നമ്മുടെ മാപ്പിംഗ് നമുക്ക് കിട്ടിയല്ലോടാ. നമ്മുടെ മാപ്പിംഗ് എങ്ങോട്ട് വരും? ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റിലേക്ക് വരും. ഓക്കെ, ക്ലിയർ? അതായത് നമ്മൾ ആ ഒരു കൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ഈ ഒരു ടേബിൾ വരുന്ന സമയത്ത് ഇതിനും അറൌണ്ട് നമുക്ക് 1 മാർക്കേ വരുന്നുള്ളൂ. പക്ഷെ നമുക്ക് ഇവിടുന്ന് തെറ്റിപ്പോകാനുള്ള ചാൻസ് നിങ്ങൾ നോക്കിക്കേ. നമ്മുടെ ലെക്സിക്കൽ അനലൈസർ നടക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ക്യാരക്ടറിന് ടോക്കണിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 2 ഓപ്ഷൻ അതേ സെക്ഷനിൽ വരുന്നില്ല, അപ്പൊ അതെങ്ങനെയാ ഇതായത് നമുക്ക് തോന്നുന്നു. അപ്പൊ നമ്മൾ ബൈഹാർട്ട്ലി പഠിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ഇവിടെ ലെക്സിക്കൽ അനാലിസിസിലേക്ക് നമുക്ക് 2 സെക്ഷൻ വരും. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, അയ്യോ ഇതെങ്ങനെ ഇങ്ങനെ വരുന്നത് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് ഡൗട്ട്സ് വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം? നമ്മൾ ആ ഒരു ഫേസസ് അതെങ്ങനെ വരുന്നത് നോക്കാം. നമുക്ക് ആ ഫ്രണ്ട് എൻഡ് പൊസിഷനിൽ അതെങ്ങനെ നടക്കുന്നത് നോക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ സോഴ്സ് പ്രോഗ്രാമിൽ നിന്ന് ലെക്സിക്കലിലേക്ക് വരുന്ന സെക്ഷനിൽ എന്ത് ചെയ്യും? അതൊരു ക്യാരക്ടർ സ്ട്രീം ആയിരിക്കും. ഇനി നമ്മുടെ ക്യാരക്ടർ സ്ട്രീം എവിടെയാണ്? നമ്മുടെ ലെക്സിക്കൽ അനാലിസിസ് നമ്മുടെ സിന്റാക്സിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്ത് വരടാ? ടോക്കൺ സ്ട്രീം വരും. ടോക്കൺ സ്ട്രീം നമ്മുടെ സിന്റാക്സ് അനാലിസിസിൽ നിന്ന് നമ്മുടെ സെമാൻറ്റിക്കിലേക്ക് പോകുന്ന സമയത്ത് അവിടെ പാർസ് ട്രീ അല്ലെങ്കിൽ സിന്റാക്സ് ട്രീ അവിടെ ബിൽഡ് ചെയ്യും. എഗെയിൻ ആണ് നമ്മുടെ നെക്സ്റ്റ് പോർഷനിലേക്ക് പോകുന്നത്. അവിടെ നമ്മുടെ എന്ത് ചെയ്യും? കോഡ് ഓപ്റ്റിമൈസ് ചെയ്യും, ജനറലൈസ് ചെയ്യും. അവിടെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ കോഡ് ഒരു സെക്ഷനിൽ ഉണ്ടാവും, അതിനെ നമ്മൾ 3 അഡ്രസ് കോഡിലേക്കൊക്കെ മാറ്റും. ദെൻ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യും? അതിനൊന്നും കൂടി ഒപ്റ്റിമൈസ് ചെയ്ത് നമ്മളൊന്ന് റെഡ്യൂസ് ചെയ്യാൻ നോക്കും, ഓപ്പറേഷൻസ് കറക്റ്റ്. എഗെയിൻ നമ്മുടെ ടാർഗറ്റ് കോഡിലേക്ക് എത്തും. അപ്പം ഈ ഒരു സെക്ഷൻ വയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പിൽ ഓരോ മാറ്റവും. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് എഗെയിൻ എനിക്ക് ഇവിടെ എങ്ങനെ എഴുതാടാ? ഇവിടെ ഇപ്പൊ എനിക്ക് ഇത് സോഴ്സ് പ്രോഗ്രാം എന്ന് വിചാരിക്കാം. സോഴ്സ് പ്രോഗ്രാം എന്നാണല്ലോ എനിക്ക് മറ്റതിലേക്ക് മാറ്റം വരുന്നത്. സോഴ്സ് പ്രോഗ്രാം എന്നാണ് എനിക്ക് ഇപ്പൊ ഇവിടേക്ക് വരുന്ന സമയത്താണ് ഇവിടെയാണ് എന്ത്? നമ്മുടെ ക്യാരക്ടർ സ്ട്രീം വരുന്നത്. ഓക്കെ, ക്യാരക്ടർ സ്ട്രീം വരുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കാം നമ്മുടെ ക്യാരക്ടർ സ്ട്രീം എവിടെ നിന്ന് ഇങ്ങോട്ടാ വന്നതെന്നുള്ളത് നമ്മൾ ആലോചിക്കാം. അപ്പം ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിനിടയിൽ നടക്കുന്ന പ്രോസസ്സാണ്. അപ്പൊ നമ്മൾ ടോപ്പിക്കലി നേരത്തെ പറഞ്ഞ സമയത്ത് ലെക്സിക്കൽ അനാലിസിസിന്റെ ഉള്ളിലാണ് നമ്മുടെ എന്ത് ചെയ്യും? ക്യാരക്ടർ സ്ട്രീമിനെ നമ്മൾ ടോക്കൺ സ്ട്രീമിലേക്ക് മാറ്റുന്നതെന്നാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ലെക്സിക്കൽ അനാലിസിസ് ഉള്ളിലല്ലേ അത് നടക്കുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് വരാം. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സോഴ്സ് പ്രോഗ്രാമിലുള്ള ഒരു സാധനത്തിന് ഇങ്ങോട്ട് മാറ്റുമ്പോൾ അത് ക്യാരക്ടർ സ്ട്രീം. എഗെയിൻ നമ്മൾ അതിൽ നിന്ന് കൺവേർട്ട് ചെയ്തിട്ട് എഗെയിൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടെ ടോക്കൺ. അങ്ങനെ നിങ്ങൾ ആലോചിക്കും. ഓക്കെ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് ആ ഗ്യാപ്പിലുള്ള രീതിയിലാണ് നമുക്ക് ഇവിടെ നമ്മുടെ ഓപ്ഷൻസ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഇതിന്റെ ഓപ്ഷൻ എങ്ങനെയാ വരുന്നത് നോക്കാം. ഇതിന്റെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് നമ്മളെ ഓപ്ഷൻസ് വരിക? നമ്മുടെ ഓപ്ഷൻ സി ആണല്ലേ ഇതിൽ വരിക. ഓപ്ഷൻ 3 ആണ്. എങ്ങനെ ഓപ്ഷൻ സിയിലേക്ക് വന്നതെന്ന് നിങ്ങൾ കാണിച്ചു തരാം. പിന്ന് നമുക്ക് എങ്ങോട്ടാ മാപ്പിംഗ് വരുന്നത്? നമ്മുടെ 3ലേക്കാണ് അല്ലെ? 3 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. എഗെയിൻ നിങ്ങൾ നോക്കുക, നമ്മുടെ ക്യൂന്ന് എങ്ങോട്ടാ വരുന്നത്? ക്യൂന്ന് നമുക്ക് എഗെയിൻ വരുന്നത് 4ലേക്കാണ് അല്ലെ? അപ്പൊ ഇതാ 4ലേക്ക് മാപ്പിംഗ്. എഗെയിൻ നമ്മുടെ ആറിന് നമുക്ക് എന്ത് ചെയ്യും? 1ലേക്കാണ് പോകുന്നത്. അപ്പൊ എഗെയിൻ നമ്മൾ നോക്കുക 1. ഇനി എസ് എന്ന് ഓട്ടോമാറ്റിക്കലി എങ്ങോട്ടാ പോകുന്നത്? 2ലേക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്താണെടാ? ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ടോപ്പിക് വൈസ് എന്തിലേക്ക് ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ജസ്റ്റ് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ? ഓക്കെ, അപ്പൊ ഇനി വരുന്ന ക്വസ്റ്റ്യൻ എന്താണെടാ? നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. അപ്പൊ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ എന്നുള്ളതാണ്. അതായത് SLR parser is more powerful than LALR parser ആണോ? ഇനി again LALR parser is more powerful than canonical LR parser. ഇനി canonical LR parser is more powerful than LALR parser. The parser SLR, canonical LR and LALR have the same power. അപ്പൊ നിങ്ങൾ നോക്കുക, നിങ്ങൾ പാർസിങ് പഠിച്ചിട്ടുണ്ട് അല്ലെ? പാർസിങ് എന്താ പറയുക, ഒരു 3 ടൈപ്സിലാണ്. ആ 3 ടൈപ്സ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ SLR, CLR, LALR എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ ആലോചിക്കാം ഇതിൽ ഏതാണ് പവർഫുൾ. ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ ഇത് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ അത് വെച്ച് നിങ്ങൾ ആലോചിക്കാം നിങ്ങൾ ഏതിലാണ് ഇതിലെ മാപ്പിംഗ് കൂടുതൽ കുറവ് കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് അത് വെച്ച് നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ് കിട്ടാം. അപ്പം ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നത് ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അതെന്താണെന്നാണ് നമ്മുടെ മൾട്ടിപ്പിൾ
സെലക്ട് ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ഇതിൽ 2 എണ്ണം വരാം, ചിലപ്പോൾ ഇതിൽ 3 എണ്ണം വരാം, ചിലപ്പോൾ ഇതിൽ 4 ഇതിന്റെ ആൻസർ ആയിരിക്കാം അല്ലെ. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത 3 ക്വസ്റ്റ്യൻസ് എന്താണ് നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അതിന് നമുക്ക് നെഗറ്റീവ് മാർക്സ് വരുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അവിടെ എന്താണ് നമുക്ക് നെഗറ്റീവ് മാർക്സ് ഇല്ല. പക്ഷെ ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരികയാണെങ്കിൽ അവിടെ എന്ത് വരിടാം നമുക്ക് എന്താ പറയുക, ചിലപ്പം ഇതിലെ 1 ആയിരിക്കും ശരി, ബാക്കി 4 എണ്ണം തെറ്റാവാം. ഇനിയിപ്പം 4 എണ്ണം ശരിയായിരിക്കാം, അങ്ങനത്തെ കേസ് ഉണ്ട് കേട്ടോ. അതുപോലെ 3 എണ്ണം ആയിരിക്കും ശരി, 1 റോങ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അപ്പൊ നിങ്ങൾ ആ കൺസെപ്റ്റ് അറിയാതെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 2 ആൻസർ കിട്ടി, ബാക്കി 2 എണ്ണം തെറ്റായിരിക്കും നമ്മൾ വിചാരിച്ച് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് പോയില്ലേ. നമ്മൾ അതൊക്കെ ആലോചിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ നോക്കുക ഇതിന്റെ ആ ഒരു ഇത് എങ്ങനെയാ വരുന്നത് എന്നുള്ളത്. അപ്പം ഇതിന്റെ ആൻസർ വരുന്നത് എന്താണ്, നമ്മുടെ canonical LR parser is more powerful than LA-LR parser. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, ഇനി എന്തുകൊണ്ട് ഞാൻ സി എടുത്തു, ബാക്കിയുള്ളത് എന്തുകൊണ്ട് തെറ്റായി, നിങ്ങൾ എന്തുകൊണ്ട് അത് ആലോചിക്കുന്നില്ല? അപ്പൊ നമ്മൾ ആലോചിക്കാം എന്തുകൊണ്ടാണ് ആ ഒരു സെക്ഷൻ അങ്ങനെ വന്നത്. അതായത് നമ്മുടെ ഈ പാർസറിൽ ഏറ്റവും ലോ ടു ഹൈ സെക്ഷൻ ആയിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മുടെ അതായത് നമ്മുടെ CLR ആണ് നമ്മുടെ CLR is the most powerful parsing. Again നെക്സ്റ്റ് താഴത്തോട്ട് പോകുമ്പോൾ LALR ആണ്. again താഴത്തോട്ട് പോകുമ്പോൾ SLR. അതായത് നമ്മുടെ CLR ആണ് കമ്പാരറ്റീവ്ലി ബാക്കിയുള്ളതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ളത്. സോ നമ്മുടെ ലാസ്റ്റ് ആൻസർ ആയിട്ടുള്ള ഡി എന്താണെടാ, ഈ ഡി എന്ന് പറയുന്നത് ഡി എന്തായിരിക്കടാ, നമ്മുടെ റോങ് ആൻസർ ആയിരിക്കും. ഡി ഈസ് റോങ്. അപ്പൊ ഞാനിപ്പം നേരത്തെ പറഞ്ഞു സെയിം ആണെന്നാണ് നമ്മുടെ ഡി പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെയല്ല, നമ്മുടെ CLR ആണ് നമ്മുടെ മോസ്റ്റ് പവർഫുൾ ടെക്നിക്. ഈ ഒരു അതായത് നമ്മുടെ പാർസിങ്ങിന്റെ യൂസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ളത് ഏതാണ്, നമ്മുടെ CLR ആണ്. സോ നമ്മുടെ ഈ ഒരു സെക്ഷൻ എന്താണ്, റോങ് ആണ്. എഗെയിൻ നമ്മൾ പോവാം. LALR parser is more powerful than canonical parser. ഞാൻ ഇപ്പൊ ഓൾറെഡി പറഞ്ഞു നമ്മുടെ CLR ആണ്, LALR അല്ല. സോ നമ്മുടെ ഈ ആൻസർ എന്താണെടാ, റോങ് ആണ്. ഇനി അഗൈൻ നമ്മൾ അടുത്ത എന്റെ സെക്ഷൻ നോക്കാം. SLR parser is more powerful than LALR. റോങ് അല്ലേ? നമ്മുടെ SLR എന്താ, ലീസ്റ്റ് പവർഫുൾ ആണ്. അതായത് കമ്പാരറ്റീവ്ലി ഈ 2 സാധനത്തിനെ നോക്കുമ്പോൾ നമ്മുടെ SLR എന്ത്, ഇതിനേക്കാളും ലെസ് പവർഫുൾ ആണ്. സോ നമ്മുടെ ഈ ഒരു സെക്ഷനും എന്താണെടാ, റോങ് ആണ്. ഓക്കെ, നമ്മുടെ ആൻസർ വരുന്ന അപ്പൊ ഏതാണെടാ, നമ്മുടെ ആൻസർ വരുന്നത് സി ആണ്. അപ്പം എന്തുകൊണ്ടാണ് മറ്റുള്ളതിനേക്കാളും ഈ CLR മോസ്റ്റ് പവർഫുൾ ആണെന്ന് പറഞ്ഞതെന്ന് അറിയണ്ടേ? അതായത് നമ്മുടെ CLR പാർസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയാ, ലാർജ് ക്ലാസ് ഓഫ് ഗ്രാമറിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. കമ്പാരറ്റീവ്ലി LALR-നും SLR-നേക്കാളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, CLR ഹാൻഡിൽ മാക്സിമം നമ്പർ ഓഫ് ഗ്രാമർ. ഓക്കെ, മറ്റുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഇതിനേക്കാളും കൂടുതൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അഗെയിൻ നമ്മുടെ LALR-ഉം CLR-ഉം ഇതിനേക്കാളും ലെസ് പവർഫുൾ ആണ്. അതേപോലെ തന്നെ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ പാർസിംഗ് ടേബിൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് CLR-ഉം അല്ല SLR-ഉം നമ്മുടെ LALR-ഉം ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും നമ്മുടെ ടേബിളിന്റെ സെക്ഷൻ വരുന്ന സമയത്ത്. എന്നാൽ CLR-ല് നമ്മുടെ ടേബിൾ സ്ട്രെങ്ത് കുറച്ചും കൂടി വലുതായിരിക്കും. അതേപോലെ നമ്മുടെ LALR-ന്റെ സെക്ഷൻ വരുന്ന സമയത്ത് നമ്മുടെ സെലർ സെക്ഷൻസ് നമ്മൾ മേർജ് ചെയ്ത് എഴുതുന്നുണ്ട് നമ്മുടെ CLR-ലെ കാര്യങ്ങൾ. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ CLR വന്നതെന്നും എന്തുകൊണ്ടാണ് ബാക്കിയുള്ളത് അല്ല എന്നും നമ്മളിവിടെ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ഇവിടെ ഒരു ആൻസറേ റൈറ്റ് ആയിട്ടുള്ളൂ, ബാക്കിയുള്ളത് രണ്ടും എന്താണ്, റോങ് ആണ്. അതുപോലെ ഇത് നമ്മുടെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കൺസിഡർ ദ കണ്ടക്സ്റ്റ് ഫ്രീ ഗ്രാമർ. ഇതാണ് എന്തെടാ എന്റെ ഗ്രാമർ. ഈ ഗ്രാമർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. where E is the
സ്റ്റാർട്ടിംഗ് സിമ്പിൾ. അതായത് നമ്മുടെ ഇ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് സിമ്പിൾ. ദ സെറ്റ് ഓഫ് ടെർമിനൽ ഈസ്, ടെർമിനൽ ഇവിടെ എന്തൊക്കെ വരുന്നുണ്ട്? നമ്മുടെ ഐ ഡി ടെർമിനൽ ആണ്, ഇത് നമ്മുടെ ടെർമിനൽ ആണ്, ഇത് അഗെയിൻ നമ്മുടെ ടെർമിനൽ ആണ്, ഇത് നമ്മുടെ ടെർമിനൽ ആണ്, ഇതും നമ്മുടെ ടെർമിനൽ ആണ്. ഓക്കെ, അപ്പം ആൻഡ് ദ സെറ്റ് ഓഫ് നോൺ ടെർമിനൽസ് ഈസ്, ഇതാണ് നമ്മുടെ നോൺ ടെർമിനൽ. നമുക്ക് ഇവിടെ ഇ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ആണ് നമ്മുടെ എന്ത്? നോൺ ടെർമിനൽ. ബാക്കിയുള്ള ഐ ഡി പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നമ്മുടെ എന്താണെടാ? പാരാന്തസിസ് ഒക്കെ നമ്മുടെ നോൺ ടെർമിനൽസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെർമിനൽ സ്ട്രിങ്സ് ഹാവ് മോർ ദാൻ വൺ പാർസ് ട്രീ വെൻ പാസ്ഡ് അക്കോർഡിംഗ് ടു ദ എബോവ് ഗ്രാമർ? നമ്മുടെ ഈ ഒരു ഗ്രാമർ വെച്ചിട്ട് നമുക്ക് പാർസ് ട്രീ, ഒന്നിൽ കൂടുതൽ പാർസ് ട്രീ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത് ഏത് ഓപ്ഷൻ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ഗ്രാമർ നമ്മൾ ആലോചിക്കുക. അപ്പൊ നമ്മുടെ ഇതാണ് നമ്മുടെ എന്ത് സ്ട്രിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടെർമിനൽസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മോർ ദാൻ വൺ ആയിട്ടുള്ള പാർസിംഗ് ട്രീ ബിൽഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നമുക്ക് ഇവിടെ ഇപ്പം ഞാൻ പറയുന്നു എന്റെ എ ഓപ്ഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഒന്നിൽ കൂടുതൽ പാർസ് ട്രീ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ആ പാർസ് ട്രീ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ജസ്റ്റ് അവിടെ അത് ഇങ്ങോട്ട് എഴുതാം കേട്ടോ. ഓക്കെ, ഇ ഗീവ്സ് ഇ പ്ലസ് ടിയും അഗെയിൻ നമ്മൾ നോക്കുക ഇ ഗീവ്സ് ഇ സ്റ്റാർ ഇ ആണ്. ഇനി അഗെയിൻ നമ്മൾ നോക്കുക ഇ ഗീവ്സ് ഐ ഡി ആണ്. ഇതാണ് നമ്മുടെ ഗ്രാമർ. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് എന്റെ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് ഞാൻ എങ്ങനെയാ അത് ബിൽഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇ ഉണ്ടല്ലേ, ഇ പ്ലസ്, അപ്പൊ നമ്മുടെ റൂട്ട് എന്താണ്? ഇ ആണല്ലേ. ഓക്കെ, ഇ നേടി ഇ നമുക്ക് എങ്ങോട്ടാ വരുന്നത്? ഇ പ്ലസ് ടി ആണ്. അപ്പൊ നമ്മുടെ പാസിംഗ് ട്രീ എങ്ങനെ വരൂടാ? ഓക്കെ, നമ്മുടെ പാസിംഗ് ട്രീ വരുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇയിലേക്ക് ഒരു ഇത് വരും, പ്ലസിലേക്ക് ഒന്ന്. അപ്പൊ നമ്മുടെ ഇ പ്ലസ് ഇ ഇത് ബിൽഡ് ചെയ്തേ. ഇനി അഗെയിൻ നമ്മൾ നോക്കുക, നമുക്ക് ഇ അഗെയിൻ എങ്ങോട്ടേക്ക് തന്നെയാ വരുന്നത്? ഈ അഗെയിൻ നമുക്ക് ഇ പ്ലസ് ടിയിലേക്ക്, നമ്മൾ ഈ ഒരു ട്രീ ആണ് ഉപയോഗിക്കുന്നെങ്കിൽ അഗെയിൻ നമുക്ക് എന്ത് ചെയ്യടാം? നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഈ സെയിം വരും അല്ലെ, ഇ പ്ലസ് ഇ വരും, അഗെയിൻ ഇ പ്ലസ് ഇ വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സെക്ഷൻ നോക്കുക. നമുക്ക് ഇവിടെ എത്ര പ്ലസ് വരുന്നുണ്ട്? 1 2 3. ഇവിടെ എത്ര? 1 2 3. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ ഇ ഗീവ്സ് ഐ ഡി ആണ് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ മാപ്പിംഗ് ഇങ്ങനെ വരും, ഐ ഡി അഗെയിൻ ഐ ഡി അഗെയിൻ ഐ ഡി അഗെയിൻ ഐ ഡി. ഓക്കെ, ഇത് നമ്മുടെ ഒരു പാർസ് ട്രീ ആണെന്നിരിക്കുക. എഗെയിൻ നമ്മൾ ഇതേ സെക്ഷൻ യൂസ് ചെയ്തിട്ട് അടുത്ത പാർസ് ട്രീ വരയ്ക്കുമ്പോൾ അതെങ്ങനെ വരൂടാ? ഞാൻ നെക്സ്റ്റ് ഈ ഒരു കളർ കൊണ്ട് വരയ്ക്കാം കേട്ടോ. അടുത്ത പാർസ് ട്രീ വരുന്ന സമയത്ത് നമുക്ക് ഇ ഗീവ്സ് എന്താണെന്ന് അറിയടാ? ഇ പ്ലസ് ടി ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യടാ? ഇന്ന് ഇ ഇ പ്ലസ് ഇ ആണല്ലേ. അഗെയിൻ നമുക്ക് എന്തെന്നാ? ഇന്ന് അഗെയിൻ ഇ പ്ലസ് ടി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഇതിനെ അഗെയിൻ നമുക്ക് ഇതാക്കാം, ഇ പ്ലസ് ഇ വരും. അഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ സെക്ഷനെ നമുക്ക് അഗെയിൻ നമുക്ക് മാറ്റാം, ഇ പ്ലസ് ഇ. അഗെയിൻ നമ്മൾ നോക്കാം, നമുക്ക് 3 പ്ലസ് ടെർമിനൽസ് ഉണ്ട് അല്ലെ. അത് 3 ഇവിടെ നമ്മൾ ബിൽഡ് ചെയ്ത് അഗെയിൻ ഇ എന്താണ്ടാ? ഐ ഡി വരുന്നുണ്ട് അല്ലെ, ഐ ഡി. അഗെയിൻ ഇവിടെ എന്ത് വരുന്നുണ്ടാ? ഐ ഡി വരുന്നുണ്ട് അല്ലെ. അപ്പൊ നോക്ക്, നമുക്ക് അവിടെ 4 ഐ ഡിയും വരുന്നുണ്ട് അല്ലെ. നമ്മുടെ ടെർമിനൽസ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ 4 ഐ ഡി ആണ് വരുന്നത്. 4 ഐ ഡിന്ന് നമുക്ക് ഈ ഒരു അഗെയിൻ ഇവിടെ ആ സെയിം സെക്ഷൻ നമുക്ക് വരുന്നുണ്ട് അല്ലെ. അതായത് എന്താണ് അവിടെ? ഇതാണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത്. അതായത് നമുക്ക്
ഈ ഒരു സെക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട് മോർ ദാൻ 1 പാർസർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ കൂടുതലും ഇത് വെച്ച് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു ഗ്രാമർ വെച്ചിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ടേം നമ്മുടെ ഗ്രാമർ വെച്ചിട്ട് നമ്മുടെ ടെർമിനൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുക, നമുക്ക് ഇവിടെ എത്ര വരുന്നുണ്ട്? 3 പ്ലസ് വരുന്നുണ്ട് അല്ലേ? അഗെയിൻ 3 പ്ലസ് വരുന്നുണ്ട്. ഇവിടെയും സെയിം 3 പ്ലസ് വരുന്നുണ്ട്. അഗെയിൻ ഇവിടെ 4 ഐഡിയ ആണ് നമ്മുടെ, ഇവിടെ 4 ഐഡിയ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? മോർ ദാൻ 1 പാർസർ ട്രീ ബിൽഡ് ചെയ്യാനാണ്. അപ്പൊ മോർ ദാൻ 1 പാർസർ ട്രീ നമുക്ക് എവിടെ ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമ്മുടെ ഈ ഒരു ഓപ്ഷനിൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇത് നമ്മുടെ എന്താണ്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ ഒരു ആൻസറേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ക്ലിയർ? അപ്പൊ നമ്മുടെ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത് അറൌണ്ട് നമ്മുടെ 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്തത് നമ്മുടെ സെയിം ഗ്രാമറില് നമ്മുടെ കൺസിഡർ ദ കണ്ടക്സ്റ്റ് ഫ്രീ ഗ്രാമർ. ഇതാണ് നമ്മുടെ എന്ത് ചെയ്ത് നമ്മുടെ ഗ്രാമർ എന്ന് പറയുന്നത്. വെർ ഇ ഈസ് ദ സ്റ്റാർട്ടിംഗ് സിമ്പിൾ, അതായത് നമ്മുടെ ഇ ആണ് എന്ത്? നമ്മുടെ റൂട്ട് സിമ്പിൾ എന്ന് പറയുന്നത്. ദ സെറ്റ് ഓഫ് ടെർമിനൽസ് എന്ന് പറയുന്നത് ഏതാടാ? ഇതാണ് എന്റെ, ഇതിൽ എന്റെ ഐ ഡി പരാൻതിസിസ് പ്ലസ് ക്ലോസിംഗ് പരാൻതിസിസ് ഇതാണ് എന്റെ ടെർമിനൽസ് എന്ന് പറയുന്നത്. ആൻഡ് ദ സെറ്റ് ഓഫ് നോൺ ടെർമിനൽസ് എന്ന് പറയുന്നത് എന്താണ്? എന്റെ ഇ ആണ് ഇവിടെ എന്റെ നോൺ ടെർമിനൽസ് എന്ന് പറയുന്നത്. ഫോർ ദ ടെർമിനൽ സ്ട്രിംഗ്, ഈ ഒരു സ്ട്രിംഗ് വെച്ചിട്ട് ഹൗ മെനി പാർസ് ട്രീ ആർ പോസിബിൾ? ഈ ഒരു, അതായത് നമ്മുടെ ഈ ഒരു സെക്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര ട്രീ അല്ലെങ്കിൽ നമുക്ക് എത്ര ഇത് ബിൽഡ് ചെയ്യാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മള് അതിന്റെ ഓപ്ഷൻസ് നോക്കാം. നമുക്കിവിടെ 5 ഉണ്ട്, അതേപോലെ നമുക്കിവിടെ 4 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യന് നമ്മൾ 2 എണ്ണം ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഡയറക്ട്ലി നമ്മൾ വിചാരിക്കും, ഓ 2 എണ്ണല്ലേ കിട്ടുള്ളൂ, അപ്പൊ നമ്മൾ 2 ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇതാണ് ആൻസർ എന്ന് വിചാരിക്കും. അപ്പം അല്ല അതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര പാർസ് ട്രീ ബിൽഡ് ചെയ്യാന്ന് നോക്കാം. അതായത് ഇപ്പം നേരത്തെ നമ്മൾ ചെയ്ത ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിക്കാം. അപ്പൊ അവിടെ എത്ര ട്രീ വരുന്നുണ്ട് നോക്കാം. അപ്പൊ നമ്മള് 2 ട്രീ ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഏതൊക്കെയാണ് അത് വരുന്നത്? ഞാൻ ജസ്റ്റ് അതിവിടെ വരയ്ക്കാം അല്ലെ? നമുക്ക് ആദ്യം ഫസ്റ്റ് ഗ്രാമർ ഇങ്ങോട്ട് എടുത്ത് എഴുതാം. ഇ ഗീവ്സ് ഇ പ്ലസ് ഇ ആണ്. അഗെയിൻ ഇ ഗീവ്സ് എന്താണെടാ? ഇ സ്റ്റാർ ഇ. അഗെയിൻ നമ്മുടെ ഇ ഗീവ്സ് ഐ ഡി ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രാമർ കേട്ടോ. അപ്പൊ ഈ ഗ്രാമർ വെച്ച് നമ്മൾ നേരത്തെ ബിൽഡ് ചെയ്ത കാര്യങ്ങൾ ആലോചിക്കുക. ഇന്ന് നമുക്ക് എങ്ങോട്ട് മാപ്പിംഗ് വരുന്നുണ്ടടാ? ഇ പ്ലസ് ഇ. നമ്മുടെ സ്ട്രിങ് ഞാൻ ഇവിടെ എഴുതാം, അല്ലെങ്കിൽ അങ്ങോട്ട് മാറുന്നു. ഐ ഡി പ്ലസ് ഐ ഡി പ്ലസ് ഐ ഡി പ്ലസ് ഐ ഡി. ദിസ് മീൻസ് മൈ സ്ട്രിങ് ആണ്, ഇതെന്റെ സ്ട്രിങ് ആണ്. അഗെയിൻ ഇതെന്റെ ഗ്രാമർ ആണ്. ഓക്കെ, ഇതെന്റെ ഗ്രാമറും ഇതെന്റെ സ്ട്രിങ്ങും ആണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പൊ ഇനി അഗെയിൻ നമ്മൾ ഫസ്റ്റ് നേരത്തെ ബിൽഡ് ചെയ്തു സെയിം ഇ പ്ലസ് ഇ ആണ്. അഗെയിൻ ഇ പ്ലസ് ഇ ആണ്. അഗെയിൻ ഇവിടെ നിന്ന് എന്ത് വരുന്നുണ്ടടാ? നമുക്ക് ലാസ്റ്റിലേക്ക് ഐ ഡി, ദെൻ ഐ ഡി, അഗെയിൻ ഐ ഡി. ഇതെന്റെ ഒരു പാർസ് ട്രീ ആണെന്ന് വിചാരിക്കാം. ഇനി അഗെയിൻ എനിക്ക് ഞാൻ നേരത്തെ ചെയ്തു ഇ ഗിവ്സ് ഇ പ്ലസ് ഇ ആണ്. അഗെയിൻ ഇ പ്ലസ് ഇ വരുന്നു. അഗെയിൻ ഇ പ്ലസ് ഇ. അഗെയിൻ ഇവിടെ എന്താണെടാ? ഐ ഡി വരുന്നുണ്ട്. ഇവിടെ അഗെയിൻ ഐ ഡി. ഓക്കെ, ക്ലിയർ? ഇനി അഗെയിൻ നമ്മൾ ഇതാണ് നമ്മുടെ സെക്കൻഡ്. ഇനി അഗെയിൻ നമുക്ക് മൂന്നാമത്തത് ഇനി നമുക്ക് വരയ്ക്കാം അല്ലെ? ഇത് വെച്ചിട്ട് മൂന്നാമത്തെ പാർസ് ട്രീ എങ്ങനെ വരിക? ഇ ഗിവ്സ് ഇ പ്ലസ് ഇ. അഗെയിൻ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊടുക്കാം. എന്നിട്ട് നമ്മള് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്. ദെൻ അഗെയിൻ ഇവിടെ നമുക്ക് എന്തുണ്ടടാ? ഇ പ്ലസ് ഇ. അഗെയിൻ നമ്മുടെ ഐ ഡി, അഗെയിൻ ഐ ഡി. അപ്പൊ നമ്മുടെ 3 ട്രീ ബിൽഡ് ചെയ്തു. അപ്പൊ നമ്മുടെ ഓപ്ഷൻസിൽ 3 ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ അതിന് ഇല്ലല്ലോ എന്ന് വെച്ചാൽ നിങ്ങൾ 3ലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ആലോചിക്കാം. അഗെയിൻ നമുക്ക് ഇനിയും ഇതിന് എന്ത് ചെയ്യാം? എങ്ങനെയാടാ?
നാലാമത്തെ കേസിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതാണ് എൻ്റെ റൂട്ട് വരുന്നത്, ഇവിടെ നിങ്ങോട്ട് ഇ പ്ലസ് ഇ ആണല്ലേ. എഗെയിൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് എനിക്ക് ഇങ്ങോട്ട് മാപ്പ് ചെയ്യാം, ഇ പ്ലസ് ഇ വരുന്നുണ്ട്. അവിടുന്ന് നമ്മൾ ഈ ഒരു സെക്ഷനിലേക്ക് നമ്മൾ നേരത്തെ കൊടുത്തിട്ടില്ല. അപ്പൊ എഗെയിൻ ഇ പ്ലസ് ഇ, ഇതെന്റെ ഐ ഡി, എഗെയിൻ ഇവിടെ എന്റെ ഐ ഡി, എഗെയിൻ ഇവിടെ എന്റെ ഐ ഡി ആണ്, എഗെയിൻ ദിസ് ഇസ് മൈ ഐ ഡി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓ കഴിഞ്ഞല്ലോ ഇത്രയല്ലേ ഉള്ളൂ എന്നത്. അപ്പൊ നമ്മൾ എഗെയിൻ നോക്കുക, നമുക്കിനി വേറെ എന്തെങ്കിലും പോസിബിൾ ആണോ നോക്കുക. ഒരു ഓപ്ഷനും കൂടി നമുക്ക് പോസിബിൾ ആണ്. അതെങ്ങനെ വരുടാ? അഞ്ചാമത്തത് നമുക്ക് നമ്മൾ ഇങ്ങോട്ടാണ് മാപ്പ് ചെയ്തത്. ഈ ഒരു സെക്ഷനില് ഇ ഗീവ്സ് ഇ പ്ലസ് ഇ വരുന്നു. അഗെയിൻ നമ്മൾ നോക്കുക, നമ്മള് ഓക്കെ ഇവിടെ നിന്ന് അഗെയിൻ ഇ പ്ലസ് ഇ കൊടുത്തു. ഇനി അഗെയിൻ നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടില്ല, ഇ പ്ലസ് ഇ സെയിം പ്രോസസ് തന്നെയാണടാ. ബട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് ഓക്കെ നമുക്ക് മാക്സിമം 5 എണ്ണം നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി അല്ലേ. അപ്പൊ നമ്മൾ ആലോചിക്കാം നമുക്ക് അവിടെ എന്തൊക്കെ വരുന്നുണ്ട് നോക്കാം. നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ സ്ട്രിങ് നോക്കുക. സ്ട്രിങ്ങിൽ നമുക്ക് 3 പ്ലസ് ഓപ്പറേഷനും വരുന്നുണ്ട്, 4 ഐ ഡിയും വരുന്നുണ്ട്. നമ്മുടെ ഗ്രാമർ ഇതാണ്. അപ്പൊ നമ്മൾ നോക്കാം, ഇവിടെ നമുക്ക് 4 ഐ ഡി വരുന്നുണ്ട്, 3 പ്ലസും വരുന്നുണ്ട്. നമ്മൾ ഈ ഗ്രാമർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എഗെയിൻ നമ്മൾ നോക്കാം, ഈ ഇന്ന് എഗെയിൻ നമുക്ക് ഇവിടെ എത്രയുന്നുണ്ട്, 4 ഐ ഡി വരുന്നുണ്ട്. എഗെയിൻ നമുക്ക് 3 പ്ലസ് ഓപ്പറേഷൻ നമ്മുടെ ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടാ, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എഗെയിൻ നമ്മൾ അടുത്ത സെക്ഷൻ നോക്കാം. നമുക്ക് ഇവിടെ 3 ഓപ്പറേറ്റർ വരുന്നുണ്ട്. ദെൻ എഗെയിൻ നമ്മുടെ ടെർമിനൽസിൽ ഐ ഡി 4 എണ്ണം നമുക്ക് സാറ്റിസ്ഫൈങ് ആണ്. നമ്മുടെ ഈ ഒരു സെക്ഷൻ എന്താണ്, ഇതുമായിട്ട് ഓക്കെ ആണ്. എഗെയിൻ നമ്മൾ നോക്കാം ഈ ഒരു സെക്ഷൻ, ഇവിടെ എന്താണെടാ 3 ഓപ്പറേറ്റർ വരുന്നുണ്ട്. എഗെയിൻ നമുക്ക് ഇവിടെ 4 ഐ ഡിയും വരുന്നുണ്ട്. എഗെയിൻ നമ്മൾ നോക്കാം നമ്മുടെ ഈ ഒരു ഗ്രാമർ എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈങ് ആണ്. ഓക്കെ എഗെയിൻ നമ്മൾ അടുത്തത് നോക്കാം. ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ 3 ഓപ്പറേറ്റർ ഓക്കെയാണ്. എഗെയിൻ നമ്മുടെ 4 ഐ ഡി നമുക്ക് എന്താണ് ഓക്കെ ആണ്. നമ്മുടെ ഈ സെയിം തന്നെയാണ് നമ്മുടെ ഗ്രാമറും വരുന്നത്. ഓക്കെ ക്ലിയർ. അപ്പൊ നമുക്ക് ഇവിടെ എത്ര എണ്ണം നമുക്ക് പോസിബിൾ ആയിട്ടുണ്ട്, 1 2 3 4 5 5 എണ്ണം വരുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എ ആണ് എന്ത്, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമുക്ക് ഈ ഒരു ആൻസർ തെറ്റിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾ നോക്കുക, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിന്റെ തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ നമ്മൾ മോർ ദാൻ 1 ആ ചോദിച്ചില്ല. അപ്പൊ നമ്മൾ 2 ബിൽഡ് ചെയ്ത സമയത്ത് നമുക്ക് ആൻസർ അവിടെ കിട്ടി. അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ 2 ആയിരിക്കും ആൻസർ എന്ന് വിചാരിച്ച് നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അത് മാർക്ക് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ ആലോചിക്കണേ. എഗെയിൻ നമ്മൾ നോക്കുക. ഓക്കെ നമ്മളിപ്പോ ചെയ്തു, നമ്മൾ ഫസ്റ്റ് മെത്തേഡിൽ ഇതുമാണ് ചെയ്ത്. അപ്പൊ അഗെയിൻ നമ്മൾ ചിന്തിക്കുക ഒരു മെത്തേഡും കൂടി ഇതിന് പോസിബിൾ അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു മെത്തേഡും കൂടി നമ്മൾ എഴുതി. അപ്പൊ അത് 3 എണ്ണല്ലേ വരും, ഇനി വരില്ല, ഇത്രയൊക്കെ ഇതിൽ നടക്കുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, 3ലോട്ട് പോകും. അത് റൈറ്റ് ആൻസർ ആണോ, അല്ല. അപ്പൊ നമുക്ക് അഗെയിൻ നമുക്ക് അവിടെ ഒരു റോങ് വരാൻ ചാൻസ് ഉണ്ട്. അഗെയിൻ നമ്മൾ നോക്കാം. അഗെയിൻ നമുക്ക് ഒരു ട്രീയും കൂടി ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ ബിൽഡ് ചെയ്തു. അഗെയിൻ 4 ഇനി നമുക്ക് പറ്റില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷനിലും അതേ ആൻസർ കിടക്കുന്നുണ്ട്. അതായത് നമുക്ക് എന്താണ്, നമ്മുടെ ആൻസറിന് നമുക്ക് കൺഫ്യൂഷൻസ് വരാം, ഇത് തെറ്റിപ്പോകാനുള്ള ഒരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട്. ഇത് പോയാൽ 2 മാർക്സും അഗെയിൻ നെഗറ്റീവ് മാർക്സും വന്നില്ലേടാ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, 2 മാർക്സ് ആണ്. ഓക്കെ അപ്പം നമുക്ക് പോസിബിൾ ആയിട്ട് എത്ര ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതേപോലെ നിങ്ങളുടെ ടോപ്പിക്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇങ്ങനെ റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരുന്ന എന്തുവരെടാ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും ആ ഒരു സെക്ഷൻ. ഓക്കെ അപ്പം നിങ്ങൾ ഇവിടെ ആലോചിക്കുക, നമുക്ക് ഈ ഒരു ഗ്രാമർ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു സ്ട്രിങ്ങും യൂസ് ചെയ്തിട്ട് എത്ര സെക്ഷനിൽ അത് പോസിബിൾ ആണെന്ന് നിങ്ങൾ നോക്കുക. അപ്പം ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റിന്റെ പ്രശ്നം തന്നെ എനിക്ക് ടൈം ഒരു പ്രശ്നമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ റിപ്പീറ്റഡ് നമ്മൾ ഒരുപാട് ടൈം എന്ത് ചെയ്യുക ഇതിൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ ടൈം പോകും. നമുക്ക് മറ്റുള്ള ക്വസ്റ്റ്യൻസ് അത്ര ടൈം എടുക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മുടെ എക്സാമിന് മുന്നേ കുറേ തവണ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റഡ്ലി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് സ്പീഡ് കൂടും. അപ്പൊ അതും കൂടി നിങ്ങളൊന്ന് ആലോചിക്കുക കേട്ടോ. ഓക്കെ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ, കൺസിഡർ ദ CFG വിത്ത്
എസ് എ ബി. ഇതെന്റെ എന്താണെടാ എസ് എ നോൺ ടെർമിനൽ ആൽഫബറ്റ്സ് ആണ്. ഇനി എനിക്ക് അവിടെ എ ബി ഉണ്ട് അല്ലെ, എ ബി എസ് ദ നോൺ ടെർമിനൽ ആണ്. ആൻഡ് എസ് ആസ് ദ സ്റ്റാർട്ട് സിംബൽ ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് ദ പ്രൊഡക്ഷൻ റൂൾ. അപ്പൊ ഇതെന്താണ് എന്റെ, ഇതൊക്കെ എന്റെ പ്രൊഡക്ഷൻ റൂൾസ് ആണ്. അതിലിപ്പോ എസ് എന്ന് പറയുന്നത്, എസ് എന്താണെടാ, എസ് എന്ന് പറഞ്ഞാല് എന്റെ റൂട്ട് ആണ് കേട്ടോ. അതേപോലെ ഇവിടെ എസ് കോമ എ കോമ ബി എന്ന് പറഞ്ഞാൽ എന്താണെടാ എന്റെ നോൺ ടെർമിനൽ ആണ് കേട്ടോ. അതേപോലെ എന്റെ എ കോമ ബി കോമ ബി, എ ബി മാത്രമേ നമുക്ക് അവിടെ വരുന്നുള്ളൂ. ദാറ്റ് മീൻസ് നമ്മുടെ എ ബിയും എന്താണെടാ എന്റെ ടെർമിനൽ ആണ് അല്ലെ. എ ബി ഈസ് മൈ ടെർമിനൽ. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണടാ, നമ്മുടെ പ്രൊഡക്ഷൻ റൂളും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രിങ് ഈസ് ജനറേറ്റഡ് ബൈ ദ ഗ്രാമർ. നമുക്ക് ഈ സ്ട്രിങ്ങിലേക്ക് നമുക്ക് ഈ ഒരു സ്ട്രിങ്ങില് ഏതിലേക്കായിരിക്കും നമ്മുടെ ആ ഒരു ഗ്രാമർ വെച്ചിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്ത് പോവാൻ പറ്റാന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഏതിലേക്കാടാ പോവാൻ പറ്റുക? ഇതാണ് നമ്മുടെ ഗ്രാമർ സിമ്പിൾസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രൊഡക്ഷൻ റൂൾസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മുടെ പ്രൊഡക്ഷൻ റൂൾസ് നമുക്ക് ഇങ്ങോട്ട് മാപ്പ് ചെയ്ത് എഴുതാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ എന്റെ പ്രൊഡക്ഷൻ റൂൾസ് അങ്ങോട്ട് എഴുതാം കേട്ടോ. നമുക്ക് ഇവിടെ എന്തൊക്കെ ഉണ്ടെടാ, എസ് ഗീവ്സ് ബി എ വരുന്നുണ്ട്, അതേപോലെ തന്നെ എസ് ഗീവ്സ് എ ബി വരുന്നുണ്ട്. അഗെയിൻ നമുക്ക് എന്ത് വരുന്നുണ്ട്, എ ഗീവ്സ് എയും എ ഗീവ്സ് എ വരുന്നുണ്ട്, അതേപോലെ ബി ഗീവ്സ് ബി വരുന്നുണ്ട്. അഗെയിൻ നമുക്ക് എ ഗീവ്സ് എ എസും വരുന്നുണ്ട്. അഗെയിൻ നമുക്ക് ബി ഗീവ്സ് ബി എസും വരുന്നുണ്ട്, ക്യാപിറ്റൽ എസ് ആണ്. അഗെയിൻ നമുക്ക് എ ഗീവ്സ് ബി എ എ വരുന്നുണ്ട്. അഗെയിൻ നമുക്ക് ബി ഗീവ്സ് എന്താണെടാ സ്മോൾ എ ക്യാപിറ്റൽ ബി. ഇതാണ് നമ്മുടെ എന്ത് പ്രൊഡക്ഷൻ റൂൾ എന്ന് പറയും. ഇത് വെച്ചിട്ട് നമുക്ക് ഏതാണ് നമുക്ക് കിട്ടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഞാനിവിടെ പറയുന്നു, നമ്മുടെ സി വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു റൂട്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അതായത് നമ്മുടെ എസ് ആണ് എന്റെ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ റൂട്ടിലേക്കാണ് എനിക്ക് എന്ത് ചെയ്യണം, എത്തേണ്ടത്. അപ്പം ഞാൻ പറയുന്നു, എനിക്ക് ഈ സി വെച്ചിട്ടാണ് എനിക്ക് എന്ത് ചെയ്യുക, ആ റൂട്ടിലേക്ക് എത്താൻ പറ്റും. അപ്പൊ അതെങ്ങനെ ചെയ്യാന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യടാ, നമ്മുടെ ഓക്കെ എ ബി ബി എ ബി ഇതാണല്ലേ എന്റെ സ്ട്രിങ് വരുന്നത്. അപ്പൊ ആ സ്ട്രിങ്ങിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതാണ് എന്റെ സ്ട്രിങ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇതെന്റെ സ്ട്രിങ് ആണല്ലേ, ഇതെന്റെ സ്ട്രിങ് ആണ്. ഓക്കെ, ഇതെന്റെ സ്ട്രിങ് ആണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഞാൻ എന്റെ ഗ്രാമർ എടുക്കുകയാണ്. ഓക്കെ, ക്ലിയർ. എസ് ഗീവ്സ് എ ബി എന്ന് ഞാനൊരു ഗ്രാമർ ആണ് ഇപ്പോൾ ഈ ഒരു സെക്ഷനാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ അതെങ്ങനെ വരൂടാ, എനിക്ക് അവിടെ എങ്ങനെ മാറ്റാൻ പറ്റും? എന്റെ ബി എന്ന് പറയുന്നത് എന്താണ്? എന്റെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബി ഗിവ്സ് എന്താണെടാ എ ബി ബി ആണല്ലേ. അപ്പൊ ഞാൻ അതിനെ മാറ്റി. അപ്പൊ അതെങ്ങനെ വരുടാ? അഗെയിൻ നമുക്ക് അതിവിടെ മാറ്റുന്ന സമയത്ത് നമ്മുടെ ഈ ബീനെ എന്ത് ചെയ്യും, നമ്മള് റെഡ്യൂസ് ചെയ്ത് ഇതാക്കി മാറ്റും. അപ്പൊ അതെവിടെ എങ്ങനെ വരും? സ്മോൾ എ അഗെയിൻ ബി ബി. ഓക്കെ, അഗെയിൻ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത സെക്ഷന് ഈ ബീനെ അഗെയിൻ നമ്മൾ മാറ്റാൻ നോക്കുക. അപ്പൊ അവിടെ എങ്ങനെ വരുടാ? ബി ഗീവ്സ് എന്താണ്, നമുക്ക് സ്മോൾ ബി ആണെന്നറിയാം, അതായത് നമ്മുടെ ഈ ഒരു കേസ്. അപ്പൊ അഗെയിൻ നമ്മൾ എന്ത് ചെയ്തു, അതിനെ നമ്മൾ മാറ്റി എ ബി. ഓക്കെ, ക്ലിയർ. അഗെയിൻ നമുക്കിവിടെ ടെർമിനൽസ് മാത്രമാണ് വരുന്നത്, നോൺ ടെർമിനൽസ് അല്ല. അപ്പൊ നമുക്ക് അതിനെയാണ് നമുക്ക് എന്ത് റെഡ്യൂസ് ചെയ്ത് കുറയ്ക്കണം. അഗെയിൻ നമുക്കിവിടെ നോൺ ടെർമിനൽസ് കാണുന്നുണ്ടല്ലേ. അപ്പൊ ഇതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ലേ? യെസ്. എന്താണ് അവിടെ? എസ് ഗീവ്സ് എ ബി ആണ്. അപ്പൊ അഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കുറയ്ക്കാൻ പറ്റും അല്ലെ. എ ബി വരും. അഗെയിൻ നമ്മൾ നോക്കുക, നമുക്ക് ഇനിയും അതിനെ കുറയ്ക്കാൻ പറ്റില്ലേ?
സോറി ബി അല്ല കേട്ടോ, ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ നമുക്ക് ഇവിടെ എന്ത് വരുന്നുണ്ടടാ, ഈ ബി കഴിഞ്ഞ് ബീനെ നമ്മള് ക്യാപിറ്റൽ എസ് ആക്കുന്നത്. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ എസിനെ റെഡ്യൂസ് ചെയ്യാണ്. എസിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് വരുന്നുണ്ടടാ, സോറി ഞാൻ ഇവിടെ ചെയ്തതിൽ ചെറിയൊരു തെറ്റുണ്ട്. എഗെയിൻ നമുക്ക് നോക്കാം. ഓക്കെ, എ ആണ് നമ്മുടെ, ഇതാണ് നമ്മുടെ സെക്ഷൻ എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യും, നമ്മൾ എഗെയിൻ നമ്മുടെ ബീനെ നമുക്ക് ഇനിയും മാറ്റാൻ പറ്റുമോ നോക്കാം. യെസ്, എഗെയിൻ നമ്മുടെ ബീനെ നമുക്ക് മാറ്റാൻ പറ്റും. ബി എന്ന് പറഞ്ഞാൽ എന്താണെടാ, ബി ഗീസ് ഇതാണ്. അപ്പൊ നമ്മൾ എഗെയിൻ നമ്മുടെ ആ ഒരു ബീനെ നമ്മൾ എങ്ങനെ മാറ്റടാ, ആ ബി മാറി അവിടെ സ്മോൾ ബി ക്യാപിറ്റൽ എസ് വരും. എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ എസിനെ മാറ്റാൻ പറ്റും അല്ലേ. എസിനെ മാറ്റുമ്പോൾ അത് എങ്ങനെ വരുടാ, നമ്മുടെ ഈ ഒരു സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ അതെങ്ങനെ വരുടാ, എസ് ഗീസ് എ ബി വരും അല്ലേ. അപ്പൊ എങ്ങനെ വരും, എ ബി ബി എ ബി ആയി മാറും. അപ്പൊ നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി നമുക്ക് ഇനി ബീനെ റെഡ്യൂസ് ചെയ്യാം. അപ്പൊ ബീനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ വരുടാ, ബീനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് വരും, നമുക്ക് ബി, അതായത് ഈ ഒരു കേസ് അവിടെ കിട്ടും അല്ലേ. അപ്പൊ നമ്മൾ എഗെയിൻ നമ്മൾ എന്ത് ചെയ്തു, ബി ഗിവ്സ് ബി ആണ്. അപ്പൊ നമ്മുടെ എ ബി ബി എ ബി ഈ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ എത്തി. നമ്മൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് എവിടെയാ വരുന്നത്, നമ്മുടെ ഈ ഒരു സെക്ഷനിലാണ് അല്ലേ. അതായത് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു സെക്ഷൻ വെച്ച്, ആ ഒരു ഗ്രാമർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു സെക്ഷനെ ഇങ്ങനെ നമുക്ക് എങ്ങനെ ഈ ഒരു സെക്ഷനിലേക്ക് എത്താൻ പറ്റും നോക്കാം. ഇനി നമുക്ക് അടുത്തൊരു സെക്ഷനിൽ അത് പോസിബിൾ ആണോ നോക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് അഗൈൻ നമുക്ക് ഈ ഒരു സെക്ഷൻ നമുക്ക് അതുപോലെ മാറ്റാൻ പറ്റുമോ നോക്കാം അല്ലെ. അപ്പൊ അവിടെ എനിക്ക് എന്റെ സെക്ഷൻ ഇപ്പൊ ഞാനിവിടെ എ എടുക്കാം. എന്റെ ഓപ്ഷൻ എ ആയിട്ടുള്ളതില് അഗെയിൻ എനിക്ക് ബി വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ഓപ്ഷനിൽ ഞാൻ ഇത് അപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ബി എന്ന് പറഞ്ഞ സെക്ഷൻ എനിക്ക് എങ്ങനെ മാറ്റാടാം, നമ്മളിപ്പോ ഇവിടെ ചെയ്ത പോലെ തന്നെ ഞാൻ ആ ഒരു സെക്ഷനിലേക്ക് മാറ്റി നോക്കാം. എന്റെ ഈ ഒരു ബി വെച്ചിട്ട് എനിക്ക് മാറ്റാൻ പറ്റുമോ, ഇല്ല അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഞാനിപ്പം ഈ സെയിം സെക്ഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കാം. എ ബി ഞാൻ എടുത്തു. ഈ ബീനെ ഞാൻ എഗെയിൻ ഞാൻ മാറ്റാൻ നോക്കാം. ബീനെ ഞാൻ മാറ്റുന്ന എങ്ങനെയാ, ഈ ലാസ്റ്റ് സെയിം ആയിട്ട് മാറ്റിന്നായിരിക്കാം. അപ്പൊ അതെങ്ങനെ വരുടാ, എഗെയിൻ മാറ്റുന്ന സമയത്ത് നമുക്ക് അവിടെ എ ബി വരും അല്ലെ. ഇനി എഗെയിൻ ഞാൻ അതിന് എ ബി വന്നു. ഓക്കെ, അപ്പൊ ഞാൻ എഗെയിൻ ഞാൻ അതിനെ എനിക്ക് ഇനി ഇങ്ങനെ മാറ്റാം. നമുക്ക് ഇനി ഈ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബി ആണ്. അപ്പൊ ഇനി എഗെയിൻ ഞാൻ അതിൽ നിന്ന് ബീനെ മാത്രം മാറ്റാം. ഈ ഒരു ബീനെ മാറ്റാം. എഗെയിൻ എനിക്ക് അവിടെ എന്ത് വരും, ബി ഗിവ്സ് ബി ആണ്. അപ്പൊ അവിടെ ബി പി വരും. എഗെയിൻ ഞാൻ ഇവിടെ നിന്ന് എഗെയിൻ ഞാൻ അതിനെ വേറെ ബി മാറ്റാൻ പറ്റുമോ നോക്കാം. ബി പി എസ് ആണ് അല്ലെ. അപ്പൊ ഞാനിവിടെ ബി ഗിവ്സ് എഗെയിൻ എനിക്ക് അതിനെ എ ബി എസ് വന്നു. എഗെയിൻ ഞാൻ എന്റെ എസിനെ മാറ്റിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, റോങ് ആയിട്ട് ഈ ഒരു സെക്ഷനിലേക്ക് കൊടുത്തു എന്നായിരിക്കും. അപ്പൊ എങ്ങനെ വരും, അതായത് എസ് ഗീവ്സ് ബി എന്ന് കൊടുത്തു എന്നായിരിക്കും. ബി എ വന്നു. ഇനി അഗൈൻ എന്റെ എനെ എനിക്ക് മാറ്റാം അല്ലേ. എനെ മാറ്റുമ്പോ എങ്ങനെ വരുടാ, എ ഗീവ്സ് എന്ന് പറയുമ്പോ എ ആണ്. അപ്പം എ ബി എ വരും. അത് നമ്മുടെ ഈ ഒരു ഇതിൽ പോസിബിൾ ആണോ, നിങ്ങൾ നോക്കുക. ഈ ഒരു സെക്ഷനിൽ വരുന്നില്ല. അപ്പം അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ സെക്ഷൻ വൈസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പല പല ആൻസേഴ്സിലേക്ക് മാച്ചിങ് ചെയ്ത്, ഇപ്പൊ നമ്മള് ഇപ്പോ നമ്മള് ബി എടുത്തു എന്ന് വിചാരിക്കാം. ബി ഓപ്ഷൻ ഞാൻ എടുത്തു. ബിത്തെ എങ്ങനെയാ വരുന്നത്, എ അഗെയിൻ ബി 4 ബി വരുന്നുണ്ട് അഗെയിൻ. അപ്പൊ ഇതിനെ ഞാൻ സെയിം ഇവിടെ എ ബി എന്ന് പറഞ്ഞ സെക്ഷൻ ഞാൻ എടുത്തു. സെയിം ഞാൻ ഇതിനെ മാറ്റി ബി ഗീവ്സ് എ ബി ആക്കി മാറ്റി. അപ്പൊ ഞാൻ ഇവിടെ എനിക്ക് എങ്ങനെ വരുടാ, അഗെയിൻ ഞാൻ എന്റെ സിമ്പിളില് എ ബി ആക്കി. അഗെയിൻ ഞാൻ എന്റെ ഈ ബീനെ മാറ്റി ഇവിടെ എന്താക്കി, ഞാൻ ബി ആക്കി. ഓക്കെ, അപ്പൊ അതെങ്ങനെ വരും, എ ബി പി വന്നു. ഇനി ഞാൻ ഈ ബീനെ മാറ്റാൻ വേണ്ടി എന്തെടുത്തോടാ, ബി ഗീവ്സ് എന്താണ്, എസ് ആണ്. അഗെയിൻ എ ബി
എസ് ആണ്. ഇനി എസ് മാറ്റാൻ വേണ്ടി ഞാൻ എന്തെടുത്തോടാ, ബി എ എടുത്തു. അപ്പൊ എനിക്ക് എങ്ങനെ വരും, എ എ ബി 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 എ വന്നല്ലേ. എഗെയിൻ ഞാൻ എ മാറ്റുമ്പോ എനിക്ക് എങ്ങോട്ടാ ആൻസർ പോകുന്നത്, എ ഗീവ്സ് എന്താന്ന് നോക്കുക. എ ഗീവ്സ് ഞാൻ എന്തു ബി എ എടുത്തു എന്നിരിക്കാം. അപ്പൊ അവിടെ ഇങ്ങനെ മാറി, എ എ ബി 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 എ വന്നു. എഗെയിൻ എനിക്ക് എന്ത് ചെയ്യണം, എന്റെ എനെ മാറ്റണം. അപ്പൊ ഞാൻ ഫസ്റ്റ് ഈ എനെ മാറ്റി, എ ഗീവ്സ് എ ആക്കി. അപ്പൊ ഞാൻ എന്റെ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ പോയി, എ എ ബി 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 എ വരും. ഇനി അഗെയിൻ എന്റെ ഈ ഒരു എനെ എനിക്ക് മാറ്റണം. ആ എനെ ഞാൻ എങ്ങനെ മാറ്റി, എ ആക്കി മാറ്റി. എ എ ബി 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 സ്മോൾ എ. ഇത് നോക്കുക നിങ്ങൾ, ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടോ, ഇല്ല. നോക്ക്. അപ്പം അങ്ങനെ നമ്മൾ ഇത് ഓരോന്ന് വെച്ച് ചെയ്യുന്ന സമയത്ത് ഇതിനെന്താ പറയാ, ഇതും നമ്മുടെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതും നമ്മുടെ എന്താണെടാ 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ നോക്കുക. അപ്പൊ നമ്മള് ഈ ഒരു സെക്ഷൻ വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ടൈം ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ റിപ്പീറ്റഡ്ലി നമുക്ക് തന്നിട്ടുള്ളത് എന്തെങ്കിലും ആക്കാൻ പറ്റും. അതായത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു സെക്ഷൻ നോക്കുക, ആ സെക്ഷനിൽ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും നോക്കുക. അതായത് ആ ഒരു സെക്ഷന് ഇതിലിപ്പം ഇത് ഏതെങ്കിലും ആയിട്ട് എനിക്ക് ഇത് ആക്കി എടുക്കാൻ പറ്റുമോ നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഇവിടെ എങ്ങനെ മാറ്റാൻ പറ്റും. അപ്പൊ ഞാനിവിടെ ഇത് സെലക്ട് ചെയ്തു. ഇത് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇപ്പൊ ഏതെങ്കിലും ഒരു സെക്ഷൻ നോക്കുക, അതിലേക്ക് മാറ്റാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. എഗെയിൻ നമ്മൾ അടുത്തേക്ക് പോവാം. മാറ്റാൻ പറ്റുന്നുണ്ടോ, ഇല്ല. നമ്മൾ എഗെയിൻ നമ്മൾ അടുത്തേക്ക് പോവാം. അങ്ങനെ 4 സെക്ഷൻ നമ്മൾ നോക്കിയാൽ മാത്രമേ നമ്മുടെ ആൻസറിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, സിമ്പിൾ ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടി ഇതിലിപ്പോ നമ്മൾ ഈസിലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിപ്പം ഈ ഒരു ആൻസർ എടുത്തു, എനിക്ക് അതിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ്, അഗെയിൻ പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്തേക്ക് പോവാം. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു എന്താ പറയുക, നമ്മളൊരു 7 ക്വസ്റ്റ്യൻ്റെ അടുത്ത് ഇപ്പൊ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അതിൽ എങ്ങനെയൊക്കെ തെറ്റ് വരാം, എങ്ങനെയൊക്കെ ശരിയാവാം, എന്തൊക്കെ നിങ്ങളോട് മാറിപ്പോവാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്ത് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആൻസർ ചെയ്യാൻ നോക്കുക. അതേപോലെ നിങ്ങളെ 2026 നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ. അപ്പം ഇതുപോലെ എന്ത് ചെയ്യാൻ, നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് ഈ ലാസ്റ്റ് മൊമെന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഗേറ്റ് എക്സാം. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, ഗേറ്റ് ആക്സ്പിറൻസ് ആയിട്ടുള്ളവർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.